Hello students, so welcome back to physical chemistry discussion of IIT GATE 2026. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ വിതൗട്ട് വേസ്റ്റിംഗ് ടു മച്ച് ടൈം ലെറ്റ്സ് മൂവ് ടു ദ സൊല്യൂഷൻ ഓഫ് ദ 2 മാർക്ക് ക്വസ്റ്റ്യൻസ്. അപ്പോൾ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിൽ ഫിസിക്കൽ കെമിസ്ട്രി എന്നുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്. ഫോർ ദ ഫോളോയിങ് റിയാക്ഷൻ 2Pb3O4 ലെഡ് ഓക്സൈഡ് ആണ് നിങ്ങൾ കാണുന്നത്. അത് ഇക്വിലിബ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡീകമ്പോസ് ചെയ്തിട്ട് ലെഡ് ഓക്സൈഡും ആൻഡ് ഓക്സിജനുമായിട്ട് മാറുന്ന ഒരു റിയാക്ഷൻ ആണ്. So correct option showing number of phases, number of components and degrees of freedom is. So phase and component degrees of freedom ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. സോ ഇതുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഒരു 2 years ബാക്ക് TFR ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ യൂഷ്വലി ക്ലാസ് റൂംസിൽ ഡിസ്കസ് ചെയ്യുന്നതുമാണ് കാൽഷ്യം കാർബണേറ്റിന്റെ ക്വസ്റ്റ്യൻ. കാൽഷ്യം കാർബണേറ്റ് റിവേഴ്സൽ ഗിവിംഗ് കാൽഷ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡയോക്സൈഡ് ഉള്ള ഒരു പ്രോബ്ലം. അപ്പോൾ അത് ടിഫറിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ പുരി ശർമ്മ പതാനിയയിൽ ഫേസ് ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിന്റെ ഫസ്റ്റ് പേജിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണാനായിട്ട് കഴിയും. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതൊരു ക്ലാസിക്കൽ പ്രോബ്ലം ആണ് ആൻഡ് മെനി സ്റ്റുഡൻസ് ക്യാൻ ഗെറ്റ് ദിസ് റോങ്. തെറ്റിക്കാൻ കുറച്ച് ചാൻസ് കൂടിയൊരു പ്രോബ്ലം ആണ്. സോ ലെറ്റ്സ് സീ ദ ട്രാപ്സ് ഇൻ ദിസ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ട്രാപ്പ് നമുക്ക് വേണ്ടുന്നത് ഫേസ് ആണ്, കമ്പോണന്റ് ആണ്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. സോ വാട്ട് ഹാപ്പൻസ് ഈസ്, സോ ഒരു സിമ്പിൾ സ്റ്റുഡൻറ് ഇത് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ നോക്കുമ്പോൾ ഇതൊരു കമ്പോണന്റ് ആണ്, ഇതൊരു കമ്പോണന്റ് ആണ്, ഇതൊരു കമ്പോണന്റ് ആണ്. സോ ഹി ഓർ ഷീ മേ ഫീൽ ദെയർ ആർ 3 കമ്പോണന്റ്സ്. ഓക്കെ, ഫേസുകൾ നോക്കുകയാണ്. ഇത് സോളിഡ് ആണ്, ഇത് സോൾഡ് ആണ്, ഇത് ഗ്യാസ് ആണ്. സോ ഓവറോൾ സോളിഡും ഉണ്ട്, ഗ്യാസും ഉണ്ട്, 2 ഫേസുകൾ ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയെങ്കിൽ F is equal to C minus P plus 2. സോ 3 minus 2 plus 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാകും? 3 ആകും. സോ ഫേസ് 2 വരണം, കമ്പോണൻസ് 3 വരണം, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 വരണം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ എന്ന് കരുതി പോയിട്ട് ഓപ്ഷൻ സി മാർക്ക് ചെയ്യും. ആ കുട്ടിയെ കുറ്റം പറയാൻ പറ്റില്ല, ബിക്കോസ് ഇതിന്റെ പിന്നിലെ പ്രോപ്പർ തിയറി പഠിക്കാത്തതാണ് ആ മിസ്റ്റേക്കിലേക്കുള്ള കാരണം. So let's see what's the theory behind this. So ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇത്തരത്തിൽ റിലേഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് കമ്പോണൻസ് ഈസ് ഗിവൺ ബൈ നമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസ് മൈനസ് നമ്പർ ഓഫ് റിലേഷൻസ്. കമ്പോണൻസ് എന്നുള്ളത് കോൺസ്റ്റിറ്റ്യുവൻസ് മൈനസ് റിലേഷൻസ് ആണ്. സോ ഇവിടെ Pb3O4ഉം PbOയും O2 എന്നിങ്ങനെ 3 കോൺസ്റ്റിറ്റ്യുവൻസ് ആണുള്ളത്. സോ ആ 3 കോൺസ്റ്റിറ്റ്യുവൻസിനെ കണക്ട് ചെയ്യുന്ന ഈ ഒരു റിലേഷൻ നിങ്ങൾ കാണാൻ കഴിയും. സോ 3 minus 1 is equal to 2. 2 കമ്പോണന്റുകളാണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ നമ്പർ ഓഫ് കമ്പോണൻസ് ഈസ് 2. വിത്ത് ദാറ്റ് ഐ കൻ എലിമിനേറ്റ് ദീസ് 2 ഓപ്ഷൻസ്. നമ്പർ ഓഫ് കമ്പോണൻസ് 2 ആയിട്ട് മാറും. ഇനി അടുത്തത് ഫേസ് കണ്ടെത്തലാണ്. ഫേസ് കണ്ടെത്തുമ്പോൾ മുന്നേ പറഞ്ഞ പോലെ സോളിഡും ഗ്യാസും. സോ 2 ഫേസും പറഞ്ഞാൽ തെറ്റി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇഫ് ഐ മിക്സിങ് എ ഗ്യാസ് വിത്ത് എ ഗ്യാസ്, ഞാൻ 2 ഗ്യാസുകൾ തമ്മിൽ മിക്സ് ചെയ്യാണ്. 2 ഗ്യാസുകൾ മിക്സ് ചെയ്താൽ എപ്പോഴും അത് മിക്സ് ചെയ്യും. ഓക്കെ, നിങ്ങളത് ഗിബ്സ് പാരഡോക്സ് എന്നൊക്കെ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി, അവരെപ്പോഴും മിക്സ് ചെയ്യുന്നുണ്ടാവും. സോ ഗ്യാസും കൂടെ മിക്സ് ചെയ്യാണ്, എ എന്ന ഗ്യാസും ബി എന്ന ഗ്യാസും മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആകെ ഒരു ഫേസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ഇഫ് യു ആർ മിക്സിങ് 2 ലിക്വിഡ്സ്, സ്പെസിഫിക്കലി ഞാൻ പറയുന്നു 2 മിസിബിൾ ലിക്വിഡ്സ് നിങ്ങൾ എടുക്കുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആൽക്കഹോൾ ആൻഡ് വാട്ടർ മിസിബിൾ ആണ്. അപ്പോൾ അവരുടെ ഒരു പ്രൊപ്പോർഷൻ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എ എന്നൊരു ലിക്വിഡ് നിങ്ങൾ എടുക്കുന്നു, ബി എന്ന ലിക്വിഡ് എടുക്കുന്നു. അവർ മിസിബിൾ ആണെങ്കിൽ ദേ മിക്സ് ടുഗദർ ടു ഫോം അനദർ സൊല്യൂഷൻ ആൻഡ് ഹെൻസ് there also will be only one phase. But if you are taking oil and water, immiscible ഫേസുകളാണല്ലോ, ഇമ്മിസിബിൾ ലിക്വിഡ്സ് ആണ്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ ദോ ഓയിൽ ഈസ് എ ലിക്വിഡ് ആൻഡ് വാട്ടർ ഈസ് എ ലിക്വിഡ്, യു ക്യാൻ ക്ലിയർലി സേ സെപ്പറേഷൻ ബിറ്റ്വീൻ ദം. അവർ സെപ്പറേറ്റ് ആണെങ്കിൽ അവർ 2 ലിക്വിഡ് ആണെങ്കിൽ പോലും വി കൗണ്ട് ദം ആസ് 2 ഫേസസ്. നമ്മളതിനെ 2 ഫേസ് ആണ് കൗണ്ട് ചെയ്യുക. സോ ദാറ്റ്സ് എ ഫണ്ടമെന്റൽ. ഓക്കെ, സിമിലർലി ഇഫ് യു ആർ ടേക്കിംഗ് 2 സോളിഡ്സ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ സേ ഫോർ എക്സാമ്പിൾ പഞ്ഞി എടുക്കുന്നു, അതുപോലെ തന്നെ കല്ലും എടുക്കുന്നു. 2 കൂടെ നിങ്ങൾ ഒരു കണ്ണർ ഇടുകയാണെന്നുണ്ടെങ്കിൽ പഞ്ഞിയും സോൾഡ് ആണ്, കല്ലും സോൾഡ് ആണ്. ആൻഡ് സിൻസ് യു ക്യാൻ സെപ്പറേറ്റ് ദീസ് 2, you can say even though both of them are solid phase, we count the number of phases to be 2. Okay, so whenever you are mixing 2 solids together, we consider them to be 2 phases. So ഇവിടെ മൊത്തത്തിൽ ഓക്കെ സോളിഡും ഗ്യാസും എന്നല്ല നിങ്ങൾ വിചാരിക്കേണ്ടത്, ഒരു സോളിഡ്, 2 സോളിഡ്, ഒരു ഗ്യാസ്. സോ ടോട്ടൽ 3 ഫേസുകളാണ് ഇവിടെ വരുന്നത്. സോ ദാറ്റ് is second trap that a student can make. So number of phases is 3. So number of phases 3 വരുമ്പോൾ ഡയറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആയിട്ട് മാറും. ഓക്കെ, ഇനി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. ഓക്കെ, F is equal to C minus P plus 2. 4 minus 3 1 ആണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. സോ ഓപ്ഷൻ എ ഈസ് എ കറക്റ്റ് ആൻസർ. അപ്പോൾ അത് ഈ ക്വസ്റ്റ്യൻ ഒരു ട്രാപ്പ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഇത് 2 മാർക്കിന്റെ സെക്ഷനിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാനുള്ള ക്വസ്റ്റ്യൻ, ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ ആവറേജ് വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് ദ ആവറേജ് വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ എനർജി
of a 1D harmonic oscillator with the frequency nu in its ground state. So 2 മാർക്കിന്റെ ക്വസ്റ്റൻ ആണെങ്കിൽ പോലും സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റൻ ആണ്. ആൻഡ് വി നോ ദാറ്റ് ദിസ് ഇസ് എ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് ദ ക്വാണ്ടം മെക്കാനിക്കൽ വിരിയൽ തിയറം. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്കൽ വിരിയൽ തിയറത്തിന് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആണ്. So what does quantum mechanical virial theorem says that 2T equal to BV. 2 times kinetic energy എന്നുള്ളത് B times potential energy ആണ്. So what is B? B shows that how your potential depends on the position. Okay. So harmonic oscillator കേസിലെ potential expression V equal to half K x square എന്നാണ്. Hence you understand V is directly proportional to x square. So x in the second power ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, which means that your B is 2. അതാണ് B വാല്യൂ എന്നുള്ളത്. So 2T equal to 2V ആണെങ്കിൽ kinetic എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആയിരിക്കും. സോ ദേ വിൽ ബി ദ സെയിം, രണ്ടും ഈക്വൽ ആയിരിക്കും. സോ നമുക്കറിയാവുന്നത് ഹാർമോണിക് ഓസിലേറ്റർ ആണല്ലോ, 1 ഡയമെൻഷനൽ ആണല്ലോ, ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ എനർജിയുടെ കാര്യമാണ് ചോദിക്കുന്നത്. സോ വി നോ ദാറ്റ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഈസ് ഹാഫ് h nu. ഇതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി. ബട്ട് ദിസ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി കൺസിസ്റ്റ് ഓഫ് ബോത്ത് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി, രണ്ടും കൺസിസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ആ ടോട്ടൽ എനർജി ഏത് തരത്തിലാണ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജിയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് എന്ന് പറയുന്നതാണ് ആക്ച്വലി നമ്മുടെ ക്വാണ്ടം മെക്കാനിക്കൽ വിരിയൽ തിയറം. സോ വിരിയൽ തിയറം പറയുന്നത് ദേ ആർ ദ സെയിം, അത് ഈക്വൽ ആണ്. ഓക്കെ, വിച്ച് മീൻസ് നിങ്ങളുടെ ടോട്ടൽ എനർജി 1000 ജൂൾ ആണെങ്കിൽ 500 ജൂൾ കൈനറ്റിക്കും 500 ജൂൾ പൊട്ടൻഷ്യൽ ആയിരിക്കും. ടോട്ടൽ എനർജി 100 ആണെങ്കിൽ 50-50 ആയിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുക. സോ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ടോട്ടൽ എനർജി h nu by 2 ആണെങ്കിൽ അതിൻ്റെ പകുതി h nu by 4 പൊട്ടൻഷ്യലും h nu by 4 കൈനറ്റിക്കും ആയിരിക്കും. So it is clear that option C is the correct answer. Okay, so പല 1 മാർക്ക് ക്വസ്റ്റ്യൻസിനേക്കാളും ഈസി ആയിട്ടുള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ ഇപ്പോൾ സോൾവ് ചെയ്തിട്ടുള്ളത്. യെസ്, ആൻഡ് ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് ഈ ക്വസ്റ്റ്യൻ എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സെക്ഷനിൽ നിന്നുകൊണ്ടുള്ള ചോദ്യം അല്ല. So let's read the question. For a reaction between 2 neutral molecules X and Y in a solution at temperature T, the measured rate of the reaction is equal to the rate of diffusion. And let's assume that X is stationary and Y is moving. So diameter of the molecule X is 5 times that of Y, then the rate constant for the reaction, viscosity is given, Boltzmann constant is also given. So we have to solve this question, and this question is actually from a section known as diffusion controlled reactions. Okay, diffusion controlled reaction. So what you have to keep in mind is that usually ഈ സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഡൊമൈനിൽ വരുന്നതല്ല. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് CSIR-നോ നെറ്റിനോ ഗേറ്റിനോ ഒന്നും മുന്നേ അങ്ങനെ ചോദ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതല്ല. നിങ്ങൾ കോളേജുകളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലാണ് യൂഷ്വലി ഈ സെക്ഷൻ കണ്ടിട്ടുണ്ടാവുക. ബട്ട് എനിവേ ഇനി മുതലുള്ള നമ്മളുടെ അക്കാഡമിക് സെഷൻസിൽ എനിവേ ഈ സെക്ഷൻ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് വൺസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ there is a possibility that this question can be repeated. Okay, so ഇത് ശരിക്കും ഫിസിക്കൽ കെമിസ്ട്രി അറ്റ്കിൻസിൽ പറയുന്ന ഒരു സെക്ഷനാണ്. യു ക്യാൻ റെഫർ ടു പേജ് നമ്പർ 789 ഓഫ് 11th എഡിഷൻ ഫിസിക്കൽ കെമിസ്ട്രി അറ്റ്കിൻസ്. ഓക്കെ, നിങ്ങൾക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സെക്ഷൻ ആക്ച്വലി കാണാനായിട്ട് പറ്റും. സോ ഡിഫ്യൂഷൻ കൺട്രോൾഡ് റിയാക്ഷൻ. അപ്പോൾ സേ ഫോർ എക്സാമ്പിൾ I have 2 molecules X and Y and they are 2 gas molecules, and if they are diffusing, ആ ഡിഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് എത്തരത്തിലാണ് എൻ്റെ റേറ്റ് മാറുക, എൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. സോ ദർ ഇസ് എ ബിഗ് ഡെറിവേഷൻ, ഒരു അത്യാവശ്യം മാത്തമാറ്റിക്കലി ഇൻവോൾവ് ചെയ്യാനുള്ള ഡെറിവേഷൻ ഉണ്ട്. സോ ഫോർ ദ ടൈം ബീങ് വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദ ഡെറിവേഷൻ. ലെറ്റ്സ് സീ ദ ഫൈനൽ എക്സ്പ്രഷൻ. ഫൈനൽ എക്സ്പ്രഷൻ KD is equal to 4 pi r star dna. ഇതാണ് ശരിക്കുമുള്ള എക്സ്പ്രഷൻ 4 pi r star dna. സോ ഡിഫ്യൂഷൻ കൺട്രോൾഡ് റിയാക്ഷൻസിൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ 4 pi r dn എന്നുള്ളതാണ്. ആൻഡ് ലെറ്റ്സ് ട്രൈ ടു ഡീകോഡ് ഈച്ച് ടേം. 4 and pi are constants as we all know, and r star, okay, r star എന്നുള്ളത് it is the distance, critical distance at which reaction occurs. 2 മോളിക്യൂൾസ് തമ്മിൽ റിയാക്ഷൻ ഒക്കർ ചെയ്യപ്പെടുന്ന ക്രിട്ടിക്കൽ ഡിസ്റ്റൻസ്, എത്രത്തോളം അടുത്ത് വരുമ്പോഴാണോ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ യൂഷ്വലി 2 മോളിക്യൂൾസ് എപ്പോഴാണ് റിയാക്ഷൻ നടക്കുക? when they collide with each other, right? So if I have a molecule X and if I have another molecule Y, they react when they touch with each other. അപ്പോൾ അവർ ടച്ച് ചെയ്യുന്ന സമയത്ത് അവരുടെ സെൻറ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ ആർ സ്റ്റാർ എന്ന് ഡിനോട്ട് ചെയ്യുക, ആർ സ്റ്റാർ. ഓക്കെ, സോ ബേസിക്കലി സ്പീക്കിംഗ് എൻ്റെ ഫസ്റ്റ് എക്സ് മോളിക്യൂളിൻ്റെ റേഡിയസ് RX ആണ്, Y മോളിക്യൂൾ റേഡിയസ് RY ആണെങ്കിൽ ആർ സ്റ്റാർ എന്നുള്ളത് സിംപ്ലി ആ റേഡിയസുകളുടെ സം ആയിരിക്കും. ബിക്കോസ് വെൻ ദേ ടച്ച് ടുഗദർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 സെൻറ്റേഴ്സ് വിൽ ബി ദ സം ഓഫ് ദ റേഡിയൻ. അപ്പോൾ ക്രിട്ടിക്കൽ ഡിസ്റ്റൻസ് റിയാക്ഷൻ നടക്കാൻ വേണ്ടി ഒരു കൊളൈഡ് ചെയ്യുക എന്നുള്ളതാണ് മോസ്റ്റ് ഓഫ് ദ ടൈം. ബട്ട് ദർ ആർ സം സിറ്റുവേഷൻസ് ടച്ച് ചെയ്യാതെ റിയാക്ഷൻ നടക്കും. ബിക്കോസ് വി ഹാവ് സീൻ ഇൻ ദ കേസ് ഓഫ് ഹാർപൂൺ മെക്കാനിസം
മോളിക്യൂൾസ് ടച്ച് ചെയ്യണ്ട, ദേ ക്യാൻ ഹാർപൂൺ ആൻഡ് ഇലക്ട്രോണെ ഷൂട്ട് ചെയ്തിട്ടുള്ള റിയാക്ഷൻസ് നമ്മൾ കൈനറ്റിക്സ് പഠിച്ച സമയത്ത് നമ്മുടെ സ്റ്റുഡൻസിന് അറിയാം, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു സെക്ഷനാണ്. So in this Rx and Ry situation, when two molecules come together, their R star is nothing but Rx plus Ry. And we have this D. D is your diffusion coefficient. നമ്മുടെ ഫസ്റ്റ് സെക്ഷനിൽ പ്രോബിലിറ്റിയിൽ ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. So D stands for the diffusion coefficient. So let's try to substitute the values. Okay, and KD equal to 4 pi into R star എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ മനസ്സിലായി അത് Rx plus Ry ആണ്. ആൻഡ് ഡി എന്ന് വെച്ചാൽ ഡിഫ്യൂഷൻ കോഎഫിഷ്യൻ്റ് ആണ്. ഇവിടെ രണ്ട് ആൾക്കാരാണുള്ളത്. ഡിഫ്യൂഷൻ കോഎഫിഷ്യൻ്റ് എന്താണ്? എക്സും വൈയും ഉണ്ട്. സോ ഡിഫ്യൂഷൻ കോഎഫിഷ്യൻ്റ് ഈസ് dx പ്ലസ് dy ടൈംസ് NA. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ആ ക്വസ്റ്റ്യൻ അവർ എടുത്ത് പറയുന്നുണ്ട്, അസ്യൂം എക്സ് ഈസ് സ്റ്റേഷനറി. എക്സ് സ്റ്റേഷനറി ആണെന്ന് വിചാരിക്കും, വിച്ച് മീൻസ് എക്സ് ഈസ് നോട്ട് മൂവിങ്. സോ ദ മൊമെന്റ് വി അസ്യൂം ദാറ്റ് എക്സ് ഈസ് സ്റ്റേഷനറി, വി ഹാവ് ടു കൺസിഡർ. ആലോചിച്ച് നോക്കൂ, എക്സ് മൂവ് ചെയ്യുന്നില്ലെങ്കിൽ അതിനർത്ഥം എക്സ് ഡിഫ്യൂസ് ചെയ്യുന്നില്ല എന്നാണ്. സോ ഇൻ ദാറ്റ് മൊമെന്റ് ഡി എക്സ് ബിക്കംസ് ഈക്വൽ ടു 0. ഡി എക്സ് 0 ആകും. സോ ഇഫ് ഐ ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഡി എക്സ് ടു 0, my expression will be 4 pi into, let's see, Rx plus Ry എന്താണ്? ക്വസ്റ്റ്യൻ പ്രകാരം പറയുന്നത് ഡയമീറ്റർ ഓഫ് ദ മോളിക്യൂൾ എക്സ് ഈസ് 5 times that of y. ഡയമീറ്റർ 5 times ആണെങ്കിൽ സ്വാഭാവികമായിട്ടും റേഡിയസ് 5 times ആയിരിക്കും അല്ലേ? സോ റേഡിയസ് ഓഫ് എക്സ്, ഞാൻ അതിനെ ക്യാപിറ്റൽ Rx എഴുതാണ്. Rx ഈസ് 5 times that of y. സോ Rx എന്നുള്ളത് 5 Ry ആണ്. സോ Rx plus Ry എന്തായിരിക്കും? അത് 5 Ry plus Ry. സോ ദാറ്റ് ബിക്കംസ് ഈക്വൽ ടു 6 Ry. ഓക്കെ, ഇൻറ്റു ഡി എക്സ് 0 ആയി. ഇനി ഡി വൈ ആണ് വേണ്ടുന്നത്. ഡിയുടെ എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. എന്തായിരുന്നു? ഡി ഈസ് ഈക്വൽ ടു കെ ബി ടി ബൈ എഫ്. എഫ് എന്ന് വെച്ചാൽ 6 pi ഈറ്റ ആർ ആണ്. സോ അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ കെ ബി ടി ഡിവൈഡ് ബൈ 6 pi ഈറ്റ ആർ വൈ, കാരണം ഇത് വൈയുടെ കേസ് ആണല്ലോ, ഇൻറ്റു എൻ എ. ഇങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ മോഡിഫൈഡ് ആവുക. So upon cutting the unwanted terms or cutting the common terms, you can see this 6 pi and this 6 pi gets cancelled out along with Ry. And അടുത്തൊരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഓപ്ഷൻസിനകത്തെല്ലാം കെ ബി ടി ആണ്. വി നോ ദാറ്റ് അവഗാഡ്രോ നമ്പർ എൻ എ ഇവിടെ ഉണ്ട്, ആൻഡ് യെസ് നമ്മുടെ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് കെ ബി ഉണ്ട്. സോ കെ ബി ഇൻറ്റു എൻ എന്നുള്ളത് ശരിക്കും തരുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആർ തന്നെയാണ്. ആൻഡ് വി നോ ദാറ്റ് ദി യൂണിറ്റ് ഓഫ് ആർ ഈസ് ജൂൾ പെർ കെൽവിൻ പെർ മോൾ. സോ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്നുള്ളത് ആക്ച്വലി ഒരു മോളാർ ടേം ആണ്. ഓക്കെ, ബട്ട് ലെറ്റ്സ് സീ ദ ഓപ്ഷൻസ്. ഇവിടെ എല്ലാം കെ ബി ടി കെ ബി ടി കെ ബി ടി കെ ബി ടി ഫോമാറ്റിലാണ്. വിച്ച് മീൻസ് അവിടെ മോളാർ ടേംസിലല്ല അവർ കൺസിഡർ ചെയ്യുന്നത്, ഒരു മോളിക്യൂൾ വെച്ചിട്ടാണ്. ഓക്കെ, ഒരു പെർ മോളിക്യൂൾ എന്ന രീതിയിലാണ്. So what we have to do, we are analyzing the options and we have to reach the conclusion that multiplication with Na is not necessary for this problem. For this given problem, Na വെച്ചുള്ള മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ചെയ്യേണ്ടതല്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യാതിരിക്കുന്നു? Na വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാതിരിക്കുന്നു. സോ ഈവൻ ദോ എക്സ്പ്രഷൻ ഇങ്ങനെയാണെങ്കിലും, by observing the options we get to understand that the multiplication of Na is unnecessary in this context. So just we are eliminating that as well, and we reach the final answer 4 kBT divided by eta. ഈ ഒരു ആൻസറിലേക്ക് നമ്മൾ എത്തുന്നു. So option B, you can see this has to be our right answer. Okay, പക്ഷേ ഞാനത് മാർക്ക് ചെയ്യുന്നില്ല, മാർക്ക് ചെയ്യുന്നില്ല. The reason is ഗേറ്റിന്റെ ഒഫീഷ്യൽ ആൻസർ കീ പ്രകാരം B is not the correct answer. B അല്ല correct answer and C is given as the answer. But why is it so? എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത്? That way I always tell while solving physical chemistry problems, എല്ലാവരുടെയും തോന്നലാണ്, in order to solve problems we have to solve more and more problems. പുതിയ ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യുക എന്നുള്ളത്, ദാറ്റ്സ് എ ഗുഡ് അപ്രോച്ച്. ബട്ട് ആ ഒരു തിരക്കുകൾ എല്ലാവരും മറന്നു പോകുന്നത് പ്രോപ്പറായിട്ട് തിയറി പഠിക്കുന്നതിലാണ്. So to solve a problem properly, you have to learn theory properly. Okay, തിയറി കൃത്യമായി പഠിച്ചെങ്കിലാണ് പ്രോബ്ലംസ്, അഡ്വാൻസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റുക. ബിക്കോസ് ഈ ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ഉത്തരം ഇതിനകത്ത് യാതൊരു മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നില്ല. ബട്ട് ദാറ്റ്സ് വെയർ ദ തിയറി ബിക്കംസ് ഇമ്പോർട്ടൻറ്റ്. ആസ് യു ക്യാൻ സീ ഓവർ ഹിയർ, ഐ എം അറ്റാച്ചിങ് എ പേജ് ഫോർ യു ടു സീ. സോ ദിസ് ഈസ് an extract taken from Atkins textbook. As I have told already, 11th edition Atkins textbook-നകത്ത് പേജ് നമ്പർ 7, 8 and 9 നിങ്ങൾക്ക് നോക്കാം. That page starts with this thing.
it is unrealistic to suppose that all A molecules are stationary. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പ്രകാരം അവർ എക്സ് സ്റ്റേഷനറി എന്നാണ് പറയുന്നത്. സോ ഞാൻ ഇതിനെങ്ങനെ തിരുത്തുന്നു, എല്ലാ എക്സ് മോളിക്യൂളുകളും സ്റ്റേഷനറി ആണ് എന്നുള്ള അസംഷൻ അൺറിയലിസ്റ്റിക് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് സീ ദ ക്വസ്റ്റ്യൻ. അസ്യൂം എക്സ് ഈസ് സ്റ്റേഷനറി എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. എക്സ് മൂവ് ചെയ്യുന്നില്ല എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞാലും നമ്മൾ അത് അസ്യൂം ചെയ്ത് മാത്തമാറ്റിക്സിനും അത് കൊടുക്കുമ്പോൾ കിട്ടാൻ പോകുന്ന റിസൾട്ട്സ് ഒക്കെ അൺറിയലിസ്റ്റിക് ആയിരിക്കും. സോ അതാണ് അറ്റ്കിൻസിൽ പറയുന്നത്. സോ ദ ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് ഡി ബി ഈസ് നൗ റീപ്ലേസ്ഡ് ബൈ ദ സം ഓഫ് ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് ഓഫ് ടു സ്പീഷീസ്. സോ അത് ഡി എക്സ് പ്ലസ് ഡി വൈ തന്നെയാണ്. ഈവൻ ദോ എക്സ് സ്റ്റേഷനറി ആണെങ്കിലും ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് ഡി എക്സ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ എടുക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട് അൺറിയലിസ്റ്റിക് ആയിരിക്കും എന്ന് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഈ ടെക്സ്റ്റ് ബുക്ക് നോളജ് കൂടി യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിവിടെ കറക്റ്റ് ആൻസറിലേക്ക് പോകാനായിട്ട് കഴിയുള്ളൂ. ഐ ഹോപ്പ് ദാറ്റ് ദിസ് ആൻസർ വിൽ നോട്ട് ചേഞ്ച്. കാരണം ഈവൻ ദോ ഈ എക്സ് സ്റ്റേഷനറി എന്ന് പറയുന്നത് ഒരാൾക്ക് ചലഞ്ചബിൾ ആണ്, ചലഞ്ച് ചെയ്തിട്ട് ബി ആണ് ആൻസർ എന്ന് ഒരാൾക്ക് വേണമെങ്കിൽ ചലഞ്ച് ചെയ്യാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, കാരണം ഈ ഒരു അൺറിയലിസ്റ്റിക് സിറ്റുവേഷനിൽ അത്തരത്തിൽ സോൾവ് ചെയ്യുന്നതിന് ആൻസറായിട്ട് ആക്ച്വൽ പാനലെ കൺസിഡർ ചെയ്യുമെന്ന് തോന്നുന്നില്ല. സോ ലെറ്റ്സ് ഫോളോ ദ ടെക്സ്റ്റ് ബുക്ക് പ്രിൻസിപ്പിൾ. അത് പ്രകാരം വി ഹാവ് ടു മേക്ക് ആൻ എഡിറ്റ് ഓവർ ഹിയർ. നമ്മൾ എന്താണ് മാറ്റേണ്ടത്? 4π മാറ്റമില്ല, ഇൻറ്റു 6RY മാറ്റമില്ല. മാറ്റം വരുന്ന ആർക്കാണ്? നമ്മളുടെ ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റിനാണ്. സോ ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് എന്താകും? KBT ബൈ 6π ഈറ്റ RX പ്ലസ് KBT ബൈ 6π ഈറ്റ RY അല്ലേ? ഇതായിരിക്കും. ആൻഡ് ദെൻ എന്നെ നമ്മൾ ഓൾറെഡി അവഗാഡ്രോ നമ്പർ നമ്മൾ ഡിസ്കാർഡ് ചെയ്തു. സോ ലെറ്റ് സി ക്വസ്റ്റിൽ അടുത്ത് പറയുന്ന കാര്യം എന്തായിരുന്നു? RX ഉള്ളത് 5 times RY ആണ്. സോ ഞാൻ അതുകൂടെ ഇങ്ങോട്ടേക്ക് എഡിറ്റ് ചെയ്യാണ്. സോ ദാറ്റ് ഐ ക്യാൻ സേവ് ടൈം ആൻഡ് സ്പേസ് ആസ് വെൽ. ഓക്കെ, സോ RXന് പകരം കൊടുക്കുന്നത് 5 times RY എന്നാണ്. അപ്പോൾ ഡിനോമിനേറ്റർ കോമൺ ആക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ ദാറ്റ് ടേക്സ് മീ ടു ദ ആൻസർ ആസ് 4π into 6RY, and since the denominator is common, I can write it in this way: 5 into 6π into eta into RY into numerator എന്തായിരുന്നു? KBT plus 5 KBT 6 KBT. Okay, so let's try to cancel out the common terms. I can see the 6 and pi here, 6π here. I can see RY over here. So upon multiplication, the remaining terms, let's see, 4 is here, 6. So 4 into 6, 24 KBT by 5 eta. So the final answer has to be 24 KBT by 5 times eta, corresponds to option C, and that is the final answer for the question given as per the official answer key. So that's how we solve this question. And yes, അറ്റ്കിൻസ് ഡയറക്റ്റ്ലി പറയുന്നതാണ് ആ സ്റ്റേറ്റ്മെന്റ്. ഓൾസോ നിങ്ങൾക്ക് കാണാനും കഴിയും ഡിഫ്യൂഷൻ കൺട്രോൾഡ് റിയാക്ഷൻ്റെ കേസിൽ റേറ്റ് കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ ഇവിടെ കാണാൻ കഴിയും. സോ നിങ്ങൾ ആരെങ്കിലും സെൽഫായിട്ട് ഫിസിക്കൽ കെമിസ്ട്രി പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പറയും പുരീഷ് ശർമ്മ പത്താനെ ബുക്ക് ഫോളോ ചെയ്യാൻ. ബട്ട് ഇഫ് യു വാണ്ട് ടു ബി കൺസെപ്ച്വലി സൗണ്ട് ആൻഡ് ഇഫ് യു വാണ്ട് ടു ബി കോൺഫിഡൻറ്റ് അബൌട്ട് ദ സബ്ജക്ട് ബൈ യുവർ സെൽഫ്, അറ്റ്കിൻസ് ഈസ് ദ ബുക്ക് ദാറ്റ് ഷുഡ് ബി ചൂസിങ് ഫോർ. അറ്റ്കിൻസ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഞാൻ പേഴ്സണലി കുട്ടികളെ ടീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർ മെജോറിറ്റി ഓഫ് ദ മൊഡ്യൂൾസ് ചൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് അറ്റ്കിൻസ് തന്നെയാണ്. ആൻഡ് ഫോർ certain books for certain topics we choose other books as well, but Atkins is the core book that you should be following. Okay, അത് നിങ്ങൾക്ക് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അറ്റ്കിൻസിൽ ഡിനോട്ടഡ് ആണ്. ഓക്കെ, ഓൾറൈറ്റ്. And with that we are moving to the next high quality question asked from electrochemistry. So let's try to read the question. For the following electrochemical cell, the LJP affect the cell potential. Okay, ഈ പറയുന്ന ക്വസ്റ്റ്യനകത്ത് ഇലക്ട്രോകെമിക്കൽ സെല്ലിലെ ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ ആക്ച്വലി അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ 3 സെൽസ് ആണ്, 1 2 3, ആൻഡ് 3ലും ഇലക്ട്രോഡുകൾ ഡിപ്ഡ് ആണ്. KCl NaCl, HCl HCl, KCl HCl, 3 ഇലക്ട്രോഡ്സ് ആണ്. ചോദിക്കുന്നത് ഈ സെല്ലിൻ്റെ ഓർഡർ 25 ഡിഗ്രി സെൽഷ്യസിലെ ഈ സെല്ലിൻ്റെ ഓർഡർ ആണ്. സോ നമുക്ക് ഇവിടെ നോക്കാം. നമുക്ക് ശരിക്കും 3 കേസിലെ ഈ സെല്ലുകൾ വേണം. സോ ഞാനിവിടെ കേസ് 1, കേസ് 2 ആൻഡ് കേസ് 3, 3 കേസിലെ ഈ സെല്ലുകൾ കണ്ടെത്തുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഡ്യൂട്ടി. എന്നിട്ട് നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കമ്പയർ ചെയ്തിട്ട് വി ക്യാൻ റീച്ച് ടു ദ ഫൈനൽ ആൻസർ. ഓക്കെ, സോ ഈ സെല്ലുകൾ കമ്പയർ ചെയ്യാം. സോ ഈ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര നാൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഈ സെൽ ഇസ് ഈക്വൽ ടു എന്താണ്, ന്യൂട്ടൺസ് ഇക്വേഷൻ വെച്ചിട്ടുള്ള ഒരു കാൽക്കുലേഷൻ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഒരു കാര്യം അഡീഷണലി പറയുന്നുണ്ട്. എന്താ? ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ അഫക്ട്സ് സെൽ പൊട്ടൻഷ്യൽ. അപ്പോൾ ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ കൂടെ നമ്മൾ കാണണം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ തൽക്കാലം സെൽ പൊട്ടൻഷ്യൽ ഇങ്ങനെ എഴുതുകയാണ്. എൻ്റെ ഈ സെൽ എന്നുള്ളത് ശരിക്കും നമ്മുടെ ഇലക്ട്രോഡ് റിയാക്ഷൻ കാരണം ഉണ്ടാകുന്ന സെൽ പൊട്ടൻഷ്യൽ
പ്ലസ് LJP കാരണം ഉണ്ടാകുന്ന സെൽ പൊട്ടൻഷ്യൽ. അപ്പോൾ അത്തരത്തിൽ ഞാനിവിടെ 3 എടുത്തു. ഓക്കെ, കേസ് 1ലും അങ്ങനെ തന്നെയാണ്, കേസ് 2ലും അങ്ങനെ തന്നെയാണ്, കേസ് 3ലും അങ്ങനെ തന്നെയാണ്. ഓക്കെ ഫൈൻ. ഹാവിങ് സെഡ് ദാറ്റ്, ഞാൻ ഇനി ഈ ക്വസ്റ്റിനെ ശ്രദ്ധിച്ച് നോക്കുമ്പം ഞാൻ കാണുന്ന കേസ് 1ൽ കാണുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമുണ്ട്. കേസ് 1ൽ KCl കോൺസെൻട്രേഷൻ 0.1 മോളാർ ആണ്, NaCl കോൺസെൻട്രേഷനും 0.1 മോളാർ ആണ്. ആൻഡ് നൗ ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് എൻ്റെ ആനോഡിക് കമ്പാർട്ട്മെന്റിന്റെ കോൺസെൻട്രേഷനും കാഥോഡിക് കമ്പാർട്ട്മെന്റിന്റെ കോൺസെൻട്രേഷനും സെയിം ആണെന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. അത്തരത്തിലൊരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഇലക്ട്രോൺസിന്റെ ഫ്ലോ അവിടെ ഉണ്ടാവില്ല. സോ ഇലക്ട്രോൺ ഫ്ലോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇലക്ട്രോഡ് റിയാക്ഷൻ കാരണം ഉണ്ടാകുന്ന സെൽ പൊട്ടൻഷ്യൽ അത് 0 ആയിരിക്കും. സോ സിൻസ് ദർ ഇസ് നോ നെറ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്, നിങ്ങളുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. സോ ദാറ്റ് ഷോസ് ദാറ്റ് ഇൻ കേസ് 1 മൈ സെൽ പൊട്ടൻഷ്യൽ ഈസ് സോൾലി ഡിറ്റർമൈൻഡ് ബൈ ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ. LJB മാത്രമാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, അങ്ങനെയൊക്കെ നമുക്ക് കേസ് 2 നോക്കാം. കേസ് 2 HCl ആണ്. സോ ദാറ്റ്സ് എ കോൺസെൻട്രേഷൻ സെൽ. അതൊരു കോൺസെൻട്രേഷൻ സെല്ലാണ്. കോൺസെൻട്രേഷൻ മാത്രമേ മാറുന്നുള്ളൂ. സോ നിങ്ങൾക്ക് അവിടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ടാകും, അതുകൂടാതെ തന്നെ ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ രണ്ടും ഉണ്ടാകും. ആൻഡ് തേർഡ് കേസ് നമുക്ക് നോക്കാം. തേർഡ് കേസ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ നിങ്ങൾക്കൊരു സെൽ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും LJB രണ്ടും വേണം. വീണ്ടും നോക്കുമ്പോൾ 0.01 മോളാർ ആൻഡ് 0.01 മോളാർ ആണ് ഇവിടെ കാണുന്നത്. സോ വാട്ട് ഡസ് ദാറ്റ് മീൻ? 0.1 ആൻഡ് 0.01 കോൺസെൻട്രേഷൻ സെയിം ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും ഒരു ഇലക്ട്രോഡ് റിയാക്ഷൻ ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ അത് കാരണം ഒരു സെൽ പൊട്ടൻഷ്യൽ വരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. സോ ഹിയർ യുവർ സെൽ പൊട്ടൻഷ്യൽ ഈസ് സോൾലി ഡിറ്റർമൈൻഡ് ബൈ LJP. സോ ഇൻ ദീസ് 2 cases LJP ഈസ് ദ മാൻ, ഓർ LJP ഈസ് ദ തിങ് ദാറ്റ് വി ഷുഡ് ബി ഫോക്കസിങ് ഓൺ. സോ യെസ്, സോ നൗ കംസ് ദ ക്വസ്റ്റ്യൻ, ഹൗ വിൽ വി ഫൈൻഡ് LJP? സെക്കൻഡ് കേസ് ഓക്കെ, നമുക്ക് രണ്ടും വേണം. ബട്ട് ഫസ്റ്റ് ആൻഡ് തേർഡ് കേസിൽ LJP നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. സോ ലെറ്റ് സി ഹൗ ഡസ് LJP ഫോംസ്, എങ്ങനെയാണ് ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നത്. സോ ഇമാജിൻ ദാറ്റ് 2 സൊല്യൂഷൻസ് കംസ് ഇൻ കോൺടാക്ട് വിത്ത് ഈച്ച് അതർ. സോ then there develops a junction, and since the species are different, their velocities will be different. Okay, so since the velocities are different, we would say that in proper electrochemical terms their ionic mobilities are different. So according to the difference in mobility, there develops a gradient, because imagine that you have an Na plus over here and a K plus over here. So if their velocities are different, one may flow fastly and the other may flow slowly, and that creates the accumulation of charges in both the compartments, and that accumulation of charge will actually generate a potential. And we have to add one more statement to that, that potential generated by LJP may support the potential of the system or may oppose the potential of the system. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ഇലക്ട്രോഡിൻ്റെ നെഗറ്റീവ് പാർട്ടും ഉണ്ട്, ഒരു പോസിറ്റീവ് പാർട്ടും ഉണ്ട്. സോ നെഗറ്റീവ് ടു പോസിറ്റീവ് ഫ്ലോ കാരണം നിങ്ങൾക്ക് അവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാകും. ആൻഡ് LJPയും അതേപോലെ നെഗറ്റീവ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് പൊട്ടൻഷ്യൽസും ആഡപ്പ് ആവും. പക്ഷേ ഇവിടെ നെഗറ്റീവ് പോസിറ്റീവിന് പകരം LJP ക്രിയേറ്റ് ചെയ്യുന്ന ഇവിടെ നെഗറ്റീവും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ദോസ് പൊട്ടൻഷ്യൽ ഓപ്പോസിങ് വിത്ത് ഈച്ച് അതർ. സോ ഞാൻ ഈ പറഞ്ഞ കാര്യം എങ്ങനെയാണ് വരിക എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് കേസ് വെച്ചിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. So you have KCl over here and you have NaCl over here, and since they are in contact with each other, we know that chloride is a common ion. Chloride ion common ആണ്, so chloride won't have that much of significance in our discussion, but we have to check the mobility of K plus and Na plus, because they are the species which is different. അവരാണ് ഡിഫർ ചെയ്യപ്പെടുന്നത്. സോ അവർ ഡിഫർ ചെയ്യുമ്പോൾ ഇനി എന്താണ് സിറ്റുവേഷൻ? അവർ ഡിഫർ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ആലോചിച്ച് നോക്കാം. അവരിൽ ആർക്കാണ് മൊബിലിറ്റി കൂടുതൽ നമുക്ക് നോക്കേണ്ടതുണ്ട്. സോ വി നീഡ് സം ബേസിക് ഇൻഓർഗാനിക് കെമിസ്ട്രി നോളജ് ആസ് വെൽ. ഹൈഡ്രജൻ്റെ ഗ്രൂപ്പ് എങ്ങനെയാണ്? ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബിഡിയം, സീഷ്യം, ഫ്രാൻസിയം. ഓക്കെ, സോ sodium is here, potassium is here, and so by the basic knowledge in inorganic chemistry we know that as we move from top to bottom the size will, ionic radii will increase അല്ലേ? പൊട്ടാസ്യത്തിൻ്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്ക് റേഡിയസ് കൂടും. സോ ഇഫ് ഐ ആം ടു കമ്പയർ സോഡിയം ആൻഡ് പൊട്ടാസ്യം, potassium will have a larger radius. So since potassium has a larger radius, it will be slowly moving, and sodium ചെറുതായതുകൊണ്ട് തന്നെ സോഡിയം വേഗത്തിൽ മൂവ് ചെയ്യും. So we think that sodium has a larger mobility because of the smaller size. But again there is one more catch that we have to be careful. ഇതെല്ലാം അക്വസ് മീഡിയത്തിലാണ്. KCl, NaCl ഒക്കെ നമുക്ക് അറിയാം അക്വസ് മീഡിയത്തിലാണ്. സോ വാട്ട് ഹാപ്പൻസ്? Na പ്ലസും K പ്ലസും കമ്പയർ ചെയ്യുമ്പോൾ Na പ്ലസ് ചെറുതാണ്, K പ്ലസ് വലുതാണ്, അതൊക്കെ കറക്റ്റാണ്. പക്ഷേ
Na+ ചെറുതായതുകൊണ്ട് തന്നെ അതിന് പോളറൈസിങ് പവർ കൂടും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഹൈഡ്രേഷൻ സ്ഫിയർ എന്നൊരു കൺസെപ്റ്റ്. Na+ ചെറുതും പോളറൈസിങ് പവർ കൂടുതലായതുകൊണ്ട് it can actually try to accumulate more and more water molecules in its hydration sphere. ഓക്കെ, ഒരുപാട് മോളിക്യൂൾസിനെ ഹൈഡ്രേഷൻ വഴി സൈഡിലേക്ക് പിടിക്കാൻ ആർക്ക് കഴിയും? Na+ന് കഴിയും. ജസ്റ്റ് റാൻഡം റെപ്രസെൻറ്റേഷൻ ആണ്. ഇങ്ങനെ ഒരുപാട് മോളിക്യൂൾസിനെ ഇയാൾക്ക് പിടിക്കാനായിട്ട് പറ്റും. അതേസമയം K+ കുറച്ച് വലുതായതുകൊണ്ട് അതിന് അത്രയും പോളറൈസിങ് പവർ ഉണ്ടാവില്ല. സോ ദാറ്റ് മേ ട്രൈ ടു അക്യുമുലേറ്റ് എ സ്മോൾ നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് അറൌണ്ട് ദിസ്. സോ ഇനി മുതൽ നിങ്ങളുടെ മീഡിയത്തിൽ മൂവ് ചെയ്യുന്നത് Na+ ഒറ്റയ്ക്കോ K+ ഒറ്റയ്ക്കോ അല്ല, Na+ with this many number of water molecules and K+ with this many water molecules. സോ ഇതിന്റെ റേഡിയസ് നമ്മൾ വിളിക്കും അപ്പാരന്റ് റേഡിയസ്. ഓക്കെ, Na+ന്റെ അപ്പാരന്റ് റേഡിയസ് എത്രയാണ്? K+ന്റെ അപ്പാരന്റ് റേഡിയസ് എത്രയാണ്? അപ്പാരന്റ് മീൻസ് ലൈക്ക് വാട്ട് വി ഫീൽ. ഓക്കെ, സോ അപ്പാരന്റ് റേഡിയസ് ഇവിടെ കൂടുതലാണ്. സോ വാട്ട് വിൽ ഹാപ്പൻ? എൻ്റെ Na+ with a larger radius will be flowing slowly. സ്ലോ ആയിട്ടായിരിക്കും മൂവ് ചെയ്യുക. ആൻഡ് മൈ K+ with a relatively smaller radius will move fast. സോ കൗണ്ടർ ഇൻഡ്യൂട്ടീവ് ആയിട്ട് K+ ആയിരിക്കും വേഗത്തിൽ മൂവ് ചെയ്യുക, Na+ ആയിരിക്കും സ്ലോലി മൂവ് ചെയ്യുക. സോ ഈവൻ ദോ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും we know that K+ and Na+ even after hydration their size will not vary that much. അത്രയൊരു വലിയ ചേഞ്ച് ഉണ്ടാവില്ല. സോ their mobility will have a small difference. ഒരു ചെറിയ വേരിയേഷൻ ആയിരിക്കും മൊബിലിറ്റിക്ക് ഉണ്ടാവുക. ബട്ട് still K+ is faster. But if K+ is faster, what will happen? K+ faster ആണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് ആലോചിച്ച് നോക്കാം. K+ faster ആണെങ്കിൽ K+ വേഗം അങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യും. ഓക്കെ, ആൻഡ് Na+ റിലേറ്റീവ്ലി സ്ലോവർ ആയതുകൊണ്ട് മെല്ലായിരിക്കും ഫ്ലോ ചെയ്യുക. സോ വാട്ട് ബേസിക്കലി ഹാപ്പൻസ് ഈസ് K+ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ ഒരു പോസിറ്റീവ് ചാർജിന്റെ അക്യുമുലേഷൻ ഉണ്ടാവും. സോ ആ K+ നഷ്ടപ്പെട്ടതുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു നെഗറ്റീവ് ചാർജിന്റെ അക്യുമുലേഷനും ഉണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് ആലോചിച്ച് നോക്കാം. By the very basic idea, we have learned this shortcut LOAN, LOAN, right? Left oxidation, anode, negative. Okay, left oxidation, anode, negative. അപ്പോൾ ബേസിക്കലി നിങ്ങളുടെ ഇലക്ട്രോഡിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്. ആൻഡ് ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ കാരണം ഇവിടെയും നെഗറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സോ ആലോചിച്ച് നോക്കുക, യു ഹാവ് എ നെഗറ്റീവ് ചാർജ് ഓവർ ദിസ് കമ്പാർട്ട്മെന്റ് ആൻഡ് പോസിറ്റീവ് ചാർജ് ഓവർ ഹിയർ. നിങ്ങളുടെ സെൽ പൊട്ടൻഷ്യൽ കാരണം ഈ ഒരു ഫ്ലോ ആണ്. സിമിലർലി LJPയും അതേ ഡയറക്ഷൻ തന്നെയല്ലേ? ആനോഡിൽ നെഗറ്റീവ് അക്യുമുലേഷൻ, കാഥോഡിൽ പോസിറ്റീവ് അക്യുമുലേഷൻ, സെയിം ഡയറക്ഷൻ തന്നെയല്ലേ? സോ ഇൻ ദിസ് സിനാരിയോ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് യുവർ ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ ഈസ് സപ്പോർട്ടിംഗ് ദ പൊട്ടൻഷ്യൽ ഓഫ് ദ സിസ്റ്റം. ഓക്കെ, നിങ്ങളുടെ സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യലിനെ സപ്പോർട്ട് ചെയ്യാണ്. ഓർ സിംപ്ലി വി സേ ദാറ്റ് LJP is പോസിറ്റീവ്. LJP പോസിറ്റീവ് ആണെന്ന് പറയും. സോ നമുക്കിവിടെ കിട്ടുന്നത് എൻ്റെ LJP എന്നുള്ളതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ് നമുക്ക് കിട്ടും. പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണെന്ന് മാത്രമല്ല, ദാറ്റ്സ് എ സ്മോൾ പോസിറ്റീവ്, റൈറ്റ്? ചെറിയ പോസിറ്റീവ്. എന്തുണ്ടാ സ്മോൾ പോസിറ്റീവ്? ചെറിയ ഡിഫറൻസ് അല്ലേ ഉള്ളൂ K+ഉം Na+ഉം തമ്മിലുള്ള വേരിയേഷൻ. Na+ഉം K+ഉം തമ്മിലുള്ള ട്രാൻസ്പോർട്ടിനകത്ത് ഒരു ചെറിയ വേരിയേഷൻ മാത്രമാണുള്ളത്. സോ ഐ ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് എ സ്മോൾ പോസിറ്റീവ് ക്വാണ്ടിറ്റി. അതൊരു ചെറിയ പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ് നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി 1ഉമായിട്ട് സിമിലർ ആയിട്ടുള്ള ആൾ 3 അല്ലേ? നമുക്ക് ക്വിക്ക്ലി 3 കൂടെ നോക്കാം. 3ലേക്ക് വരുമ്പോഴത്തേക്ക് 3യുടെ കേസിൽ എന്താണ്? ഐ ഹാവ് 0.01 മോളാർ KCl ആൻഡ് 0.01 മോളാർ HCl. സെയിം ഡിസ്കഷൻസ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പം നമുക്കൊന്നുകൂടെ ആലോചിച്ച് നോക്കാം. ഇവിടെയും കോൺസെൻട്രേഷൻ കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഇല്ല, LJP മാത്രമേ ഉള്ളൂ. ക്ലോറൈഡ് വീണ്ടും കോമൺ അയൺ ആണ്. ഇവിടെ K+ ഫ്ലോ ചെയ്യുന്നു, ഇവിടെ H+ ഫ്ലോ ചെയ്യുന്നു. സോ K+ ഇങ്ങോട്ടേക്ക് വരുന്നു, H+ ഇങ്ങോട്ടേക്ക് വരുന്നു. സോ ലെറ്റ്സ് തിങ്ക് അബൌട്ട് ദിസ്. ആർക്കാണ് വേഗത കൂടുതൽ? ആർക്കാണ് വേഗത കൂടുതൽ? ആലോചിച്ച് നോക്കാം. K+നാണോ അതോ H+നാണോ? ഓക്കെ, സോ K+ എന്നുള്ളത് റിലേറ്റീവ്ലി സ്ലോവർ ആണ് ആൻഡ് H+ എന്നുള്ളത് വളരെ ഫാസ്റ്റ് ആണ്. ബിക്കോസ് വി നോ ദാറ്റ് ഇൻ an aqueous medium the fastest moving cation is H+ and the fastest moving anion is OH-. ഗ്രോത്ത് മെക്കാനിസം വഴി പറയുന്നതാണ് ആ കാര്യം. സോ H+ വളരെ ഫാസ്റ്റ് ആണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? H+ ഫാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ H+ വേഗത്തിൽ മൂവ് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് വന്നിട്ട് H+ അക്യുമുലേറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷെ K+ കുറച്ച് മെല്ലെ വരും. ആ നഷ്ടപ്പെട്ടത് കാരണം ഇവിടെ എന്താ സംഭവിക്കുക? ഒരു നെഗറ്റീവ് ചാർജിന്റെ അക്യുമുലേഷൻ വരും. സോ വീണ്ടും ആലോചിച്ച് നോക്കുക, ശരിക്കും ഇത് ആനോഡാണ്, ഇത് കാഥോഡാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ശരിക്കും ഈ ഡയറക്ഷനാണ്, നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് ഡയറക്ഷൻ വരുന്നത്, ഈ പൊട്ടൻഷ്യലിന്റെ ഡയറക്ഷൻ. പക്ഷെ LJP എന്താ സംഭവം? LJP ഒപ്പോസ് ചെയ്യാം. LJP is actually opposing. സോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് എനിക്ക് എന്ത് പറയാൻ വേണ്ടി LJP നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ഞാൻ എൻ്റെ LJP ഇവിടെ എഴുതുകയാണ്. ദിസ് ഈസ് എ
this is a negative quantity and we have to think small negative ആണോ വലിയ നെഗറ്റീവ് ആണോ? ഓക്കെ, വലിയ നെഗറ്റീവ് ആയിരിക്കും. കാരണം എന്താ, ട്രാൻസ്പോർട്ട് നമ്പറിലെ വേരിയേഷൻ കെ പ്ലസും എച്ച് പ്ലസും തമ്മിൽ അത്യാവശ്യം ഡിഫറൻസ് ഉണ്ട്. ബിക്കോസ് കെ പ്ലസ് റിലേറ്റീവ്ലി സ്ലോലി മൂവിങ്, എച്ച് പ്ലസ് വളരെ സ്വിഫ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന അളവാണ്. സോ ദാറ്റ് വിൽ ബി എ ലാർജ് നെഗറ്റീവ്, ലാർജ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് വൺ ഒരു സ്മോൾ പോസിറ്റീവ് സെൽ പൊട്ടൻഷ്യൽ ആണെങ്കിൽ ലാസ്റ്റ് വൺ ഒരു ലാർജ് നെഗറ്റീവ് സെൽ പൊട്ടൻഷ്യൽ ആയിരിക്കും കിട്ടുക. And now we have to think about cell 2 as well, where we have an cell potential and we have an LJP as well. So let's try to think about that. നമുക്ക് അതിനെ പറ്റി ആലോചിച്ച് നോക്കാം. So yes, സെക്കൻഡ് കേസിലേക്ക് നമ്മുടെ ഫോക്കസ് കൊണ്ടുപോകുന്ന ടൈമിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ HCl ഉണ്ട്, ഇവിടെ HCl ഉണ്ട്. സോ ദിസ് ഈസ് എ കോൺസെൻട്രേഷൻ സെൽ, ഇതൊരു കോൺസെൻട്രേഷൻ സെല്ലാണെന്ന് മനസ്സിലാക്കാം. സോ സിൻസ് ടൈം ഈസ് ലിമിറ്റഡ്, ഇതൊരു ഡിസ്കഷൻ ആയതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് തിയറി പറയാൻ കഴിയില്ല. എന്നിരുന്നാലും ചുരുക്കി ഒരു കാര്യം പറയാണ്, കോൺസെൻട്രേഷൻ സെൽസിൻ്റെ കേസ് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, കാഥോഡിൻ്റെ കോൺസെൻട്രേഷൻ ആനോഡിൻ്റെ കോൺസെൻട്രേഷനേക്കാൾ വലുതാകുമ്പോഴാണ് ആ സെല്ല് വർക്ക് ചെയ്ത് പോസിറ്റീവ് സെൽ പൊട്ടൻഷ്യൽ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇത് ആനോഡാണ്, ഇത് കാഥോഡാണ്. കാഥോഡിൻ്റെ കോൺസെൻട്രേഷൻ കുറവും ആനോഡിൻ്റെത് കൂടുതലുമാണ്. സോ ആനോഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലും കാഥോഡിൻ്റെത് ബേസിക്കലി കുറവാണ് സെൽ പൊട്ടൻഷ്യൽ, വിച്ച് മീൻസ് ഈ ഡയറക്ഷൻ അല്ല ശരിക്കും സെല്ല് വർക്ക് ചെയ്യുന്നുണ്ടാവുക. സോ ഇവിടെ കിട്ടുന്ന സെൽ പൊട്ടൻഷ്യൽ എന്തായിരിക്കും, അതൊരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. സോ ലെറ്റ് മി ട്രൈ ടു കളർ ദിസ് ആസ് എ നെഗറ്റീവ് സെൽ പൊട്ടൻഷ്യൽ. ഓക്കെ, നമുക്കതിൻ്റെ വാല്യൂ കൂടെ ഈസിലി കണ്ടെത്താവുന്നതേ ഉള്ളൂ. കാരണം നോക്കുക, ഇത് 0.1 ആണ്, 0.01 ആണ്, 10 ടൈംസ് വ്യത്യാസമാണ്. സോ നേൺസ്റ്റ് ഇക്വേഷൻ പ്രകാരം 0.0591 ടൈംസ് ലോഗ് 10 എന്ന് വരും. ലോഗ് 10 1 ആണല്ലോ, കാരണം 10 ടൈംസ് വേരിയേഷൻ ഉണ്ട്. കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ബൈ റിയാക്ട് എന്നൊക്കെ എഴുതുമ്പോൾ ലോഗ് 10 1 ആണ്. സോ നമ്മൾ കണ്ടതുപോലെ -0.0591 എന്നൊരു പൊട്ടൻഷ്യലാണ് വരുന്നത്. ഒരു ചെറിയ നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, -0.0591 വോൾട്ട് എന്നൊരു ക്വാണ്ടിറ്റിയാണ് ശരിക്കും അവിടെ വരുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് LJPനെ പറ്റിയിട്ടാണ്. ഇവിടുത്തെ LJP നിങ്ങൾ ആലോചിച്ച് നോക്കുക, ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ. ഇവിടെ ക്ലോറൈഡ് കോമൺ ആണ് ആൻഡ് H+ കോമൺ ആണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഒബ്വിയസ്ലി ഇവിടെ LJP ഉണ്ട്, LJP ഇല്ല എന്നല്ല. ഇവിടുത്തെ ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യലിനെ കാരണം ഈ കോൺസെൻട്രേഷനിലെ വ്യത്യാസമാണ്. അപ്പോൾ ഇവിടെ ആലോചിച്ച് നോക്കൂ, ഇവിടെ 0.1 മോൾസ് ഓഫ് H+ ആണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുന്നത് എത്രയാണ്? അവിടെ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നത് 0.01 മോൾസ് ഓഫ് H+ ആണ്. സോ വാട്ട് ഹാപ്പൻസ്, H+ ഫാസ്റ്റ്ലി മൂവിങ് ആണ്, പക്ഷെ നമ്പർ കൂടുതലുള്ളത് കൊണ്ട് ഇങ്ങോട്ടേക്ക് ഒരുപാട് പോസിറ്റീവ് ചാർജ് വന്നിട്ട് അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നു. അതേസമയം ഇവിടെയോ കുറച്ച് പോസിറ്റീവ് ചാർജ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഷോസ് ഇവിടെ എന്താണ്, നെഗറ്റീവ് ചാർജ് ഉണ്ടാവും, ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ വീണ്ടും ആലോചിച്ച് നോക്കിക്കേ, നെഗറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ചെയ്തില്ലേ, പോസിറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ചെയ്തില്ലേ. സോ വാട്ട് ഹാപ്പൻസ്, മുന്നേ നമ്മുടെ ഫസ്റ്റ് കേസിൽ കണ്ടതുപോലെ തന്നെയാണ് ഇവിടെ അല്ലേ. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് നിങ്ങളുടെ LJP ഇവിടെ എന്തായിരിക്കും, ഒരു പോസിറ്റീവ് LJP ആയിരിക്കും. ആൻഡ് സിൻസ് ഇവിടെ H+ഉം Cl- തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സോ ഇഫ് വി ആർ റെഫറിംഗ് ടു ടെക്സ്റ്റ് ബുക്സ് വി ക്യാൻ സീ ദാറ്റ് ദ ട്രാൻസ്പോർട്ട് നമ്പർ ഓഫ് H+ is around 0.82 and the transport number of chloride ion is roughly 0.18. സിമിലർ പ്രോബ്ലംസിൻ്റെ കേസ് നമുക്ക് ആ വാല്യൂ കാണാനായിട്ട് കഴിയും. സോ ഇത്തരത്തിലൊരു വലിയ വേരിയേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ LJP എന്നുള്ളത് അത്യാവശ്യം, ഓൾറെഡി നമ്മൾ പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണെന്ന് കണ്ടു, ആൻഡ് കമ്പയറിംഗ് ടു ദ മാഗ്നിറ്റ്യൂഡ് അത് അത്യാവശ്യം ഒരു വലിയ പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. സോ ദാറ്റ് കുഡ് ബി റിലേറ്റീവ്ലി ലാർജർ പോസിറ്റീവ് ക്വാണ്ടിറ്റി. ഓക്കെ, സോ ഇതൊരു സ്മോൾ നെഗറ്റീവ് ക്വാണ്ടിറ്റി ആൻഡ് എ ലാർജർ പോസിറ്റീവ് ക്വാണ്ടിറ്റി, ഓൾ ടുഗദർ വി ഗെറ്റ് എ റിലേറ്റീവ്ലി ലാർജ് പോസിറ്റീവ് ക്വാണ്ടിറ്റി. അപ്പോൾ നമുക്കിത് മൂന്നും കമ്പയർ ചെയ്ത് നോക്കാം. സെൽ 2 ലാർജ് പോസിറ്റീവ് ആണ്, സെൽ 1 സ്മോൾ പോസിറ്റീവ് ആണ്, സെൽ 3 ലാർജ് നെഗറ്റീവ് ആണ്. സോ the order should be 2 greater than 1 greater than 3, which corresponds to option B as the correct answer. Okay, so this is a relatively tough question and I don't think many of you might have done this question correctly. Mistakes വരാൻ ചാൻസ് ഉണ്ട്, സയൻസ് കൺസിഡർ ചെയ്തിട്ടില്ലെങ്കിലും തെറ്റുകൾ വരാം. ഈവൻ ട്രാൻസ്പോർട്ട് നമ്പേഴ്സിൻ്റെ കേസ് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ക്വാണ്ടിറ്റേറ്റീവ് ഐഡിയ ഇല്ലെങ്കിലും തെറ്റ് വരാം. സോ ദിസ് ലുക്സ് ലൈക്ക് എ ടഫ് ക്വസ്റ്റ്യൻ ആൻഡ് there is one more thing as well that I have to say. ഞാനിത് സൈൻ കൺസിഡർ ചെയ്തിട്ട് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് നിങ്ങളിത് പ്രോപ്പർലി ഫോളോ ചെയ്ത കാര്യങ്ങൾ മനസ്സിലാക്കിയത്. ബട്ട് there is a possibility some may come up and think like, okay, let's forget about the signs and just
തിങ്ക് അബൌട്ട് ദ മാഗ്നിറ്റ്യൂഡ് കമ്പയർ ചെയ്യാം എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അത്തരത്തിൽ മേ ബി ഒരുപക്ഷെ ഉത്തരത്തിലേക്ക് എത്താം, ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല, ഓർ മേ ബി വേറെ ആൻസറിലേക്ക് പോകാം. സോ അത്തരത്തിൽ പല കൺഫ്യൂഷനുകൾക്കും ഇടയുള്ള ഒരു ചോദ്യമാണിത്. സോ എക്സാം ഹോളിൽ വെച്ചിട്ട് ഇത് ചെയ്തെടുക്കുക എന്നുള്ളത് കുറച്ച് ശ്രമകരമായിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സോ ഐ വുഡ് റേറ്റ് ദിസ് ക്വസ്റ്റൻ ആസ് എ ടഫ് ക്വസ്റ്റൻ, ആൻഡ് ഇഫ് യു സീ സച്ച് ക്വസ്റ്റ്യൻസ് ഇൻ ദ ക്വസ്റ്റൻ പേപ്പർ ഇറ്റ്സ് ബെറ്റർ ടു ലീവ് ദിസ് ക്വസ്റ്റൻ. ഓക്കെ, ഇത്തരം ക്വസ്റ്റൻസ് ലീവ് ചെയ്യുന്നതാണ് നല്ലത്. ടുവേർഡ്സ് ദ എൻഡ് സമയം കിട്ടുകയാണെങ്കിൽ മാത്രം വന്ന് ചെയ്യുക. ഓക്കെ, സോ എനിവേ സൊല്യൂഷൻ കണ്ട സ്ഥിതിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നെക്സ്റ്റ് സൈക്കിളിലെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിലെ കൺസെപ്റ്റ്സ് യൂസ് ചെയ്യാം. Having said that, we are moving to the next question from the 2-mark section, the 56th question. The correct statements for a surface catalyzed unimolecular gaseous reaction is or are. അപ്പോൾ ഒരു സർഫസ് കാറ്റലൈസ്ഡ് യൂണിമോളിക്കുലർ റിയാക്ഷൻ്റെ കേസ് പറയാണ്. എന്നിട്ട് നമ്മളോട് ചോദിക്കുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്താണെന്നാണ്. സോ യൂണിമോളിക്കുലർ ഗേഷ്യസ് റിയാക്ഷൻ, സർഫസ് കാറ്റലൈസ്ഡ് റിയാക്ഷൻ, നമ്മൾ ഇതിന്റെ മെക്കാനിസം തന്നെ ഡയറക്റ്റ്ലി പഠിക്കുന്നുണ്ട്. ആ മെക്കാനിസത്തിന്റെ പേര് എന്തായിരുന്നു? സർഫസ് കാറ്റലൈസ്ഡ് റിയാക്ഷൻസിന്റെ കേസിൽ ലാങ്മുയർ ഹിൻഷ്ലോഡ് മെക്കാനിസം എന്നാണ് ആ മെക്കാനിസത്തിന്റെ പേര് തന്നെ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഹിൻഷ്ലോഡിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അത് കൂടാതെ ലാങ്മുയർ അഡ്സോർപ്ഷൻ ഐസോതെർമിന്റെ ഐഡിയകളാണ് ഇവിടെ യൂസ് ചെയ്യപ്പെടുന്നത്. And that idea directly leads us to the elimination of option A because Langmuir-Hinslow mechanism does not follow Freundlich adsorption. So, ഇത് ഫോളോ ചെയ്യപ്പെടുന്നത് ലാങ്മുയർ മെക്കാനിസം ആണ്, അല്ലാതെ ഫ്രണ്ട്ലിസ് അല്ല. സോ ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യപ്പെട്ടു. ഇനി നമുക്ക് ലാങ്മുയർ-ഹിൻസ്ലോഡ് മെക്കാനിസം പ്രകാരം എത്തരത്തിലാണ് ഗ്രാഫ് പോകാൻ നോക്കാം. ഫ്രാക്ഷണൽ കവറേജ് തീറ്റ, ഒരു സർഫസിൽ എത്രത്തോളം കവർ ആകുന്നു എഗൻസ്റ്റ് പ്രഷർ പി എന്നുള്ളത് ലാങ്മുയർ പറയുന്ന പോലെ ലോ പ്രഷറിൽ അതിങ്ങനെ കവറായി വരും. ഹൈ പ്രഷറിലേക്ക് പോകുമ്പോഴത്തേക്ക് അത് സാച്ചുറേറ്റഡ് ആയിട്ട് മാറുകയും ചെയ്യും. ഇതാണ് ബേസിക്കലി ലാങ്മുയർ മെക്കാനിസം. എക്സ്പ്രഷൻ അറിയാം, തീറ്റ ഈക്വൽ ടു KP upon 1 + KP. ഓക്കെ, സോ ഇതാണ് ബേസിക് എക്സ്പ്രഷനും കാര്യങ്ങളും. അപ്പോൾ ഇനി നമ്മൾ ആലോചിക്കേണ്ടത് ഏത് തരത്തിലാണ് ഈ ഓപ്ഷൻ ബി സി ഡി നമ്മൾ വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. സോ ഓപ്ഷൻ ബി പറയുന്നത് സീറോ ഓർഡർ കൈനറ്റിക്സ് ഇസ് ഫോളോഡ് അറ്റ് സഫീഷ്യൻ്റ്ലി ഹൈ പ്രഷർ. ഹൈ പ്രഷേഴ്സിൽ സീറോ ഓർഡർ കൈനറ്റിക്സ് ആണ് ഫോളോ ചെയ്യപ്പെടുന്നത്. ശരിയാണോ? നോക്കിയത് തന്നെ കാണാം, ഹൈ പ്രഷേഴ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ ഫ്രാക്ഷണൽ കവറേജ് പിന്നെ മാറുന്നുണ്ടോ? മാറുന്നില്ല. പിന്നീട് ഫ്രാക്ഷണൽ കവറേജ് മാറുന്നില്ല. ഇറ്റ് മീൻസ് നിങ്ങൾ ഇനി എത്രത്തോളം കോൺസെൻട്രേഷൻ വന്നു കഴിഞ്ഞാൽ റേറ്റ് മാറാൻ പോകുന്നില്ല. ഇറ്റ് മീൻസ് ദാറ്റ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ കോൺസെൻട്രേഷൻ. സോ ദാറ്റ് ഷോസ് അറ്റ് ഹൈ പ്രഷേഴ്സ് ദ റിയാക്ഷൻ ഫോളോസ് സീറോ ഓർഡർ കൈനറ്റിക്സ് ആൻഡ് ഓപ്ഷൻ ബി ട്രൂ ആണ്. സോ ഓപ്ഷൻ സിയും ട്രൂ അല്ലേ? കാരണം ലോ പ്രഷേഴ്സിൽ യു ക്യാൻ സി എ 1-on-1 റിലേഷൻ. സോ പ്രഷർ കൂടിയാൽ തീറ്റ കൂടും. ഫ്രാക്ഷണൽ കവറേജ് കൂടിക്കഴിഞ്ഞാൽ എന്താണ് ഫ്രാക്ഷണൽ കവറേജ് കൂടിക്കഴിഞ്ഞാൽ സംഭവിക്കാം? മോളിക്യൂൾസ് 2 മോളിക്യൂൾ ഇരിക്കുമ്പോൾ അവർ രണ്ടും റിയാക്ട് ചെയ്തു. 10 മോളിക്യൂൾസ് ഇരിക്കുന്നുണ്ടെങ്കിലോ 10 പേര് തമ്മിൽ റിയാക്ട് ചെയ്യും. സോ ഇഫ് ദ ഫ്രാക്ഷണൽ കവറേജ് ഇസ് ഹൈ, ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഓൾസോ വിൽ ബി ഹൈ. അപ്പോൾ അതാണ് ഓപ്ഷൻ 4 പറയുന്നത്. എന്താ? റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഇസ് പ്രൊപ്പോർഷണൽ ടു ദ ഫ്രാക്ഷൻ ഓഫ് സർഫസ് കവേർഡ് ബൈ ദ റിയാക്ടിംഗ് മോളിക്യൂൾസ്. കൂടുതൽ സർഫസ് കവേർഡ് ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ റിയാക്ഷൻ നടക്കും, സ്വാഭാവികമായിട്ടും റേറ്റ് കൂടും. അപ്പോൾ അവിടെ ഒരു ഡയറക്റ്റ് 1-on-1 റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ആദ്യം ഉണ്ടാകുന്നത് കൊണ്ടാണ് ലോ പ്രഷേഴ്സിൽ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ഫോളോ ചെയ്യപ്പെടുന്നത്. സോ ദിസ് തിങ് വി ഷുഡ് ഡിസ്കസ്. സോ വി ക്യാൻ സേ ബി, സി ആൻഡ് ഡി ആർ കറക്റ്റ് ആൻഡ് ഓപ്ഷൻ എ ഈസ് റോങ്. സോ ഈ MSQന്റെ ആൻസർ ഇത്രയുമാണ് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് അറിയേണ്ടത്. ഓക്കെ, ഫൈൻ. സോ അടുത്ത ചോദ്യം, the position of 2 atoms in spherical polar coordinate r theta phi are given 1 pi by 2 pi by 2 and 1 pi by 4 3 pi by 2 where the distance is in angstrom and the angles are in radian. The interatomic distance, നമ്മൾ interatomic distance ആണ് കണ്ടെത്തേണ്ടത്. So let's see, imagine that I am giving you an atom at this coordinate and another atom at this coordinate, and if I am asking you to find the distance between them, what you will do? You will find the distance between these centers, right? So for that we need some formula. നിങ്ങൾ ഇക്വേഷൻ ഒക്കെ വേണം. അപ്പോൾ ഇക്വേഷൻ തെറ്റില്ലെന്ന് വിചാരിച്ചോളൂ. ഞാൻ നിങ്ങൾക്ക് ആകെ തരുന്ന കോർഡിനേറ്റ് ആണ്. ഇയാളുടെ കോർഡിനേറ്റ് x1 y1 z1 ആണ്. ആൻഡ് ഇതിൻ്റെ കോർഡിനേറ്റ് x2 y2 z2 ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? വി നീഡ് ടു ഗെറ്റ് ബാക്ക് ടു ദ ബേസിക്സ്. കെമിസ്ട്രി അല്ല, മാത്തമാറ്റിക്സിൻ്റെ ബേസിക്സ് ആണ്. നമ്മുടെ ഹയർ സെക്കൻഡറി ലെവൽ NCERT-യിൽ നമ്മുടെ കാർട്ടീഷ്യൻ കോഓർഡിനേറ്റ് സിസ്റ്റത്തിലെ 2 ലൊക്കേഷനുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താണ് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ പ്ലസ് z2 മൈനസ് z1 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടെത്താനായിട്ട് പറ്റും. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ?
നമുക്ക് എക്സും വൈ സെഡും അല്ല ആറും തീറ്റയും ഫൈവും ആണ്. മേ ബി ആർ തീറ്റ ഫൈവ് വെച്ച് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എക്സ്പ്രഷൻസ് ഉണ്ടാവാം. അത് ആസ് ഓഫ് നോ എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. ഓക്കെ, സോ ലെറ്റ്സ് സീ ഈസ് ദർ എനി അതർ വേ ടു സോൾവ് ദിസ് ഔട്ട്. സോ ദർ ഈസ് എ വേ. എന്തായിരിക്കും ആ വഴി? ക്വാണ്ടം മെക്കാനിക്സിൽ ഹൈഡ്രജൻ ആറ്റം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. എന്തായിരുന്നു? കാർട്ടീഷ്യൻ കോഓർഡിനേറ്റ് സിസ്റ്റത്തിലെ എക്സ് വൈ സെഡിനെ മാറ്റിയിട്ടാണ് നമ്മൾ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റിലെ ആർ തീറ്റ ഫൈവിലേക്ക് പോകുന്നത്. So there itself we can understand there is a relationship between these two. Okay, so how is that relationship established? We can see that x is equal to r sin theta cos phi, y equal to r sin theta sin phi, and z is equal to r cos theta. In an expression. So this means that if you know r, theta and phi, you can find x. Okay, ആറും തീറ്റയും ഫൈവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈയും കണ്ടുപിടിക്കാം, ആറും തീറ്റയും ഫൈവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെഡും കണ്ടുപിടിക്കാം. സോ വി ഹാവ് ആർ തീറ്റ ഫൈവ് ഫോർ പോയിന്റ് 1 and point 2. So using this information we can find the corresponding xyz, and using the corresponding xyz we can use this expression to find the distance between the atom. So let's try to solve them one by one. സോ ഞാൻ എൻ്റെ ഫസ്റ്റ് R1 തീറ്റ 1 ഫൈ 1 അത് എഴുതുകയാണ്. ഇവിടെ വാല്യൂസ് 1ഉം π/2 π/2 ആണ്. ഓക്കെ, സോ യൂസിങ് ദിസ് ലെറ്റ്സ് ട്രൈ ടു ഫൈൻഡ് x1. വാട്ട് ഇസ് x1? x1 എന്തായിരിക്കും? R1 സൈൻ തീറ്റ 1 കോസ് ഫൈ 1, ശരിയല്ലേ? സോ R1ൻ്റെ വാല്യൂ 1 ആണ്, ഇൻറ്റു സൈൻ തീറ്റ എന്ന് വെച്ചാൽ സൈൻ π/2 ആണ്, ആൻഡ് കോസ് ഫൈ എന്ന് വെച്ചാൽ അത് കോസ് π/2 ആണ്. സോ 1 ഇൻറ്റു സൈൻ 90 എത്രയാണ്? 1 ആണ്, കോസ് 90 0. സോ x1 എത്രയാണെന്ന് കിട്ടി? x1ൻ്റെ വാല്യൂ അത് 0 ആണ്, നമുക്ക് മനസ്സിലായി. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ y1. വാട്ട് ഈസ് y1? y1 ഇസ് ഈക്വൽ ടു r സൈൻ തീറ്റ സൈൻ ഫൈ ആണ്. സോ 1 ഇൻറ്റു സൈൻ π/2 ഇൻറ്റു സൈൻ π/2 ആണ്. സോ ഇത് ബേസിക്കലി 1 ഇൻറ്റു 1 ഇൻറ്റു 1 ആയതുകൊണ്ട് ഐ ക്യാൻ റൈറ്റ് y1 ഇസ് ഈക്വൽ ടു 1. സോ ഐ ഗോട്ട് y1 ഇസ് ഈക്വൽ ടു 1. നെക്സ്റ്റ് എന്താണ്? z1 ആണ്. z1 ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ ആണ് അല്ലേ? സോ ആർ എന്ന് വെച്ചാൽ 1 ആണ്, കോസ് തീറ്റ എന്ന് വെച്ചാൽ കോസ് π/2 വിച്ച് ഈസ് 0. സോ ഐ ക്യാൻ റൈറ്റ് ദാറ്റ് z1. സോ ഐ ക്യാൻ റൈറ്റ് z1 ഇസ് ഈക്വൽ ടു 0. z1 0 ആണ് എഴുതാനായിട്ട് പറ്റും. സോ ഐ ഗോട്ട് x1 y1 ആൻഡ് z1. ഓക്കെ, ഈസി ആണെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് എന്താണ്? ഐ ഹാവ് ടു ഫൈൻഡ് x2 y2 ആൻഡ് z2. സോ വാട്ട് ഈസ് x2? x2 ആകുമ്പോൾ നമുക്ക് സെക്കൻഡ് കോർഡിനേറ്റ് എടുക്കണം. സെക്കൻഡ് കോർഡിനേറ്റ് എന്താണ്? അത് 1 π/4 3 π/2 ആണ്. അപ്പോൾ ഞാനത് ഇങ്ങോട്ട് എഴുതുകയാണ്. ലെറ്റ് മീ റൈറ്റ് ഇറ്റ് ഡൗൺ ലൈക്ക് ദിസ്. r2 തീറ്റ 2 ആൻഡ് ഫൈ 2 ആർ 1 π/4 ആൻഡ് 3 π/2. സോ വാട്ട് ഈസ് x2? x2 is equal to r2 into sin theta 2 into cos phi 2 cos 3 π/2. ഓക്കെ, സോ x2ൻ്റെ വാല്യൂ എത്രയാണ്? അത് 1 ഇൻറ്റു സൈൻ π/2 സൈൻ 90 1 ആണ്, ഇൻറ്റു എക്സ്ക്യൂസ് മീ, യെസ് വി ഹാവ് മേഡ് എ സ്മോൾ മിസ്റ്റേക്ക്. ഇത് തീറ്റ 2 π/4 ആണല്ലേ? സോ ലെറ്റ് മീ എഡിറ്റ് ഇറ്റ് ഹിയർ. സോ ദിസ് ഈസ് π/4. സോ π/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 1/√2 ആണ് സൈൻ π/4ൻ്റെ വാല്യൂ, ഇൻറ്റു കോസ് 3 π/2. സോ ഇഫ് യു നോ ദ വാല്യൂ ഓഫ് കോസ് 3 π/2, വെരി ഗുഡ്. So even if you don't know, I'll show you a small trick to find the value of sin and cos. So നമുക്കറിയുന്ന കാര്യം ഇതാണ്. ഞാനിവിടെ തൽക്കാലം സൈനിൻ്റെ ഒരു ചെറിയ പിക്ടോറിക്കൽ റെപ്രസെൻറ്റേഷൻ കാണിച്ചു തരാം, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. സോ വി നോ ദാറ്റ് ലെറ്റ്സ് കൺസിഡർ ലൈക്ക് ദിസ്. ഓക്കെ, സോ ഞാൻ എൻ്റെ ഈ y ആക്സിസിൽ തീറ്റ എടുക്കുകയാണ് ആൻഡ് x ആക്സിസിൽ സൈൻ തീറ്റ എടുക്കുകയാണ്. സോ തീറ്റ 0 ആണെങ്കിൽ സൈൻ തീറ്റയുടെ വാല്യൂ 0 ആയിരിക്കും. സോ എൻ്റെ കർവ് 0 മീറ്റ് ചെയ്യും, ബിക്കോസ് തീറ്റ 0 ആണെങ്കിൽ സൈൻ 0 ആണ്. ഓക്കെ, ഇനി എനിക്ക് അറിയാവുന്ന എന്താണ്? ഈ ഗ്രാഫിൻ്റെ വാല്യൂ ശരിക്കും എന്ത് ചെയ്യും? ഗ്രാഫിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യപ്പെടും. ഓക്കെ, എങ്ങനെയാണ് അത് ഇൻക്രീസ് ചെയ്യുക ഗ്രാഫിൻ്റെ വാല്യൂ? നമുക്കറിയാവുന്ന പോലെ സൈൻ്റെ കർവുകളൊക്കെ ഈ ഒരു ബിഹേവിയറാണ് കാണിക്കുക, ബിക്കോസ് വി നോ ദാറ്റ് ദ ഷട്ടേഴ്സ് ബിറ്റ്വീൻ +1 ആൻഡ് -1. +1ൻ്റെ -1ൻ്റെ ഇടയിൽ ആയിക്കൊണ്ടായിരിക്കും ഇതിൻ്റെ വാല്യൂസ് ഷട്ടിൽ ചെയ്യപ്പെടുന്നത്. സോ ആലോചിച്ച് നോക്കൂ, എപ്പോഴാണ് സൈൻ 1 എന്ന വാല്യൂ അക്വയർ ചെയ്യുന്നത്? എപ്പോഴാണ് അക്വയർ ചെയ്യുക? സൈൻ 90 അല്ലേ? എന്ന് വെച്ചാൽ അത് π/2 ആണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, സിമെട്രിക് ആയിട്ടുള്ള കർവ് പോവുക. ഇത് π/2 ആണെന്നുണ്ടെങ്കിൽ, ഈ ഡിസ്റ്റൻസ് π/2 ആണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് π/2 ആയിരിക്കും, വിച്ച് മീൻസ് ഇത് സൈൻ π ആണ്. അപ്പോൾ പറഞ്ഞേ സൈൻ π എത്രയാ? 0.
നോക്കുക, സൈൻ പൈൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇതിപ്പോൾ എന്തായിരിക്കും? ഇത് പൈ ആണ്. അങ്ങനെയെങ്കിൽ ഇത് എത്രയായിരിക്കും? ഈ കാണപ്പെടുന്ന പോയിന്റ് 2π ആയിരിക്കും. അങ്ങനെയെങ്കിൽ അതിന് ഇടയിലുള്ള ഈ ഒരു വാല്യൂ എന്തായിരിക്കും? പൈൻ്റെ 2π എക്സാക്ട് സെൻറ്റർ എത്രയാണ്? 1πയുടെയും 2πയുടെ ഇടയ്ക്ക് 1.5π, 1.5π അല്ലേ? എന്ന് വെച്ചാൽ 3π/2. അതിൻ്റെ വാല്യൂ എത്രയാണ്? -1 ആണ്. Okay, so using this idea you can extend this graph to the negative axis as well. Okay, symmetric ആയിട്ടാണ് കർവ് പോവേണ്ടത്. സോ ബേസിക്കലി ആ ഒരു ഐഡിയ ഉപയോഗിച്ച് നിങ്ങൾക്ക് സൈനിൻ്റെയും കോസിൻ്റെയും ഒക്കെ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും 3π/2 π/2 തുടങ്ങിയിട്ടുള്ള ആ വാല്യൂസിൻ്റെ ആ നമ്പേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് നിങ്ങൾക്ക് ഈസിലി കണ്ടെത്താനായിട്ട് പറ്റും. സോ ദാറ്റ്സ് ദ കേസ് ഫോർ സൈൻ ആൻഡ് ലെറ്റ് മീ കണ്ടൻസ് ഫോർ കോസ് ആസ് വെൽ. കോസിൻ്റെ കേസിലെ വ്യത്യാസം എന്താ? സൈൻ 0 ആണ്, പക്ഷെ കോസ് 0 1 ആണ്. സോ ആ ഒറ്റ ഡിഫറൻസ് മാത്രമാണ് വരുന്നത്. സോ സൈൻ 0 ആണെങ്കിൽ കോസ് 0 1 ആണ്. സോ കോസിൻ്റെ ഗ്രാഫ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? കോസിൻ്റെ ഗ്രാഫ് ഈ രീതിയിലായിരിക്കും പോവുക. ഓക്കെ, ഈ രീതിയിലായിരിക്കും കോസിൻ്റെ ഗ്രാഫ് മൂവ് ചെയ്ത് പോകുന്നത്. ഓക്കെ, സോ വിത്ത് ദാറ്റ് നമുക്ക് വീണ്ടും നോക്കാം. ഇത് കോസ് 0യുടെ വാല്യൂ 1 ആണ്. കോസ് 0യുടെ വാല്യൂ 1 ആണ്. പിന്നെയോ ഇത് എത്രയായിരിക്കും? ഇത് കോസ് π/2 ആണല്ലേ. കോസ് π/2 എത്രയായിട്ട് മാറും? കോസ് π/2ൻ്റെ വാല്യൂ 0 ആയിട്ട് മാറും. ദെൻ ഈ കാണുന്ന ആൾ നെക്സ്റ്റ് ഈ ഒരു പോയിന്റ് എന്തായിരിക്കും? ഇത് കോസ് π ആയിരിക്കും അല്ലേ. നെക്സ്റ്റ് ഇതെന്തായിരിക്കും? ഈ കാണാൻ പോകുന്ന ആൾ അത് കോസ് 3π/2 ആയിരിക്കും. ഓക്കെ, സോ കോസ് π/2 0 ആണ്. കോസ് പൈയുടെ വാല്യൂ എന്താവും? -1 ആകും. കോസ് 3π/2 വീണ്ടും 0 ആൻഡ് ദിസ് പീരിയഡ് കണ്ടിന്യൂസ്. ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ കോസിൻ്റെ സൈനിൻ്റെ കേസിൽ ഇത്തരത്തിൽ ആ ഗ്രാഫുകൾ മാറിക്കൊണ്ട് നിൽക്കും. So let's get back to the thing that we need cos 3π/2, right? We need cos 3π/2. So cosine ഗ്രാഫ് ഇതാണ്. cos 3π/2ൻ്റെ വാല്യൂ എത്രയാ? 0. അപ്പോൾ ഇത്രയും കാൽക്കുലേഷൻസ് ചെയ്തിട്ട് ലാസ്റ്റ് എഴുതുന്നത് എന്താണ്? x2 = 0 എന്നാണ്. ഓക്കെ, എന്നാൽ നമുക്ക് പ്രശ്നമില്ല. x2 0 എന്ന റിസൾട്ട് നമുക്ക് കിട്ടിയല്ലോ. ആസ് ലോങ് ആസ് വി ആർ ഗെറ്റിംഗ് എ റിസൾട്ട് വി ആർ ഹാപ്പി. ഓക്കെ, സോ ലെറ്റ്സ് സീ വാട്ട് ഇസ് y2. y2 എന്താണ്? y2 എന്നുള്ളത് 1 × sin π/4 into sin 3π/2 ആണ്. ഓക്കെ, സോ y2 = 1 × 1/√2 into വാട്ട് ഈസ് sin 3π/2. നമുക്ക് നോക്കാം. സൈൻ ഇവിടെ അല്ലേ? sin 3π/2ൻ്റെ വാല്യൂ എത്രയാണ്? -1 ആണ്. into -1. So I can write y2 = -1/√2. y2ൻ്റെ വാല്യൂ -1/√2 ആണ്. അതുമായി ഇനി ലാസ്റ്റ് ഒരാളും കൂടെ അല്ലേ ഉള്ളൂ. z2 എത്രയാണ്? r cos theta ആണ്, which means 1 × cos π/4. 1 × cos π/4. So that is nothing but cos π/4 എത്രയാണ്? അത് 1/√2 ആണ്. So I can write my z2 is 1/√2. അപ്പോൾ എല്ലാ കോർഡിനേറ്റ്സും കിട്ടിയില്ലേ? ഇനി ബേസിക് ആയിട്ട് എന്ത് ചെയ്താൽ മതി? √x2 - x1 എക്സ്പ്രഷൻ യൂസ് ചെയ്താൽ പോരെ. സോ ലെറ്റ്സ് റൈറ്റ് ഡൗൺ ദാറ്റ് ആസ് വെൽ. √x2 - x1 0 - 0. നോക്കൂ, ഇവിടെ x2 ഇവിടെ x1. 0 - 0 എഴുതണ്ട. ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 -1/√2 1. y2 - y1 the whole square. അപ്പോൾ എങ്ങനെ എഴുതുക? -1/√2 -1 the whole square പ്ലസ് z2 - z1. z2 1/√2 ആണ്. മൈനസ് z1 എത്രയാണ്? 0 the whole square. So this equation is actually getting simplified to this. ഇത്ര മാത്രമായിട്ട് ചുരുങ്ങും. ഓക്കെ, സോ ഫസ്റ്റ് ടേം ഇത് -x the whole square പോലെയാണ്. സോ ദാറ്റ് ഇസ് ബേസിക്കലി യുവർ x സ്ക്വയർ. സോ 1/√2 1 പോലെ കൺസിഡർ ചെയ്താൽ മതി. സോ ദാറ്റ് ഇസ് a + b the whole square പോലെ കൺസിഡർ ചെയ്യാം. സോ a² + b² + 2ab. സോ 2 × 1/√2 × 1. സോ 2/√2 √2. ഓക്കെ, 2/√2 √2 പ്ലസ് 1/√2 the whole square 1/2 ആണ്. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ 1/2 + 1/2 1 ആണ്. 1 + 1 2 ആണ്. 2 + √2. ഓക്കെ, സോ ദാറ്റ് ഈസ് 2 + √2ൻ്റെ റൂട്ട്. സോ ഇതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. 2 + √2ൻ്റെ റൂട്ട് ഞാൻ ഓൾറെഡി അതിൻ്റെ ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ലെറ്റ് മീ സീ ദ ഫൈനൽ ആൻസർ. യെസ്, ദ റൂട്ട് ഓഫ് 2 + √2 ഈസ് 1.847. 1.847. സോ ദിസ് ഈസ് യുവർ ഫൈനൽ ആൻസർ ആൻഡ് നിങ്ങളുടെ ആൻസർ കീയുടെ റേഞ്ചിനുള്ളിൽ വരുന്ന വാല്യൂ ആണിത്. സോ എന്താണ് നിങ്ങൾക്ക് ഈ ക്വസ്റ്റിനെ പറ്റി തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യാം. സോ
കെമിസ്ട്രി മാത്രമല്ല മാത്തമാറ്റിക്സും കൂടെ അല്ലേ, അതും അഡ്വാൻസ്ഡ് മാത്തമാറ്റിക്സ് അല്ല, ഹയർ സെക്കൻഡറി ലെവലിലെ മാത്തമാറ്റിക്സും അത്യാവശ്യം ക്വാണ്ടം മെക്കാനിക്സിനകത്ത് സ്ഫെറിക്കൽ പോളർ കോർഡിനേറ്റും കാർട്ടീഷ്യൻ കോർഡിനേറ്റ് കൺവേർഷനും ആ എക്സ്പ്രഷൻസും കുറച്ചൊരു മാത്തമാറ്റിക്കൽ ട്രിഗണോമെട്രി സ്കിൽസും എല്ലാം ഒത്തു വന്നെങ്കിൽ മാത്രമാണ് ഈ 2 മാർക്കിന് നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടാവുകയുള്ളൂ. സോ യെസ് അഗെയിൻ ദിസ് ക്വസ്റ്റ്യൻ ഇതും ചെയ്തിട്ടുള്ള ആൾക്കാർ കുറവായിരിക്കും. ഇത് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ മേക്ക് യു സ്റ്റാൻഡ് അപ്പാർട്ട് ഫ്രോം അതർ സ്റ്റുഡൻസ്. ഓക്കെ ഫൈൻ. So we are moving to the next question, the 62nd question. If the translational partition function for hydrogen confined in a 1 liter vessel at 300 Kelvin is y into 10^27, the value of y is. നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കാത്ത ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാം പറഞ്ഞിട്ടുണ്ട്, y കണ്ടെത്തുക എന്നുള്ളതാണ്. താഴെ എന്തൊക്കെയോ ഡാറ്റയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ്ലി അറിയേണ്ടത് ട്രാൻസ്ലേഷണൽ പാർട്ടീഷൻ ഫംഗ്ഷൻ്റെ എക്സ്പ്രഷൻ ആണ്. 1 ലിറ്ററിൻ്റെ വെസൽ എന്ന് പറയുന്നു, വോളിയം എന്ന് പറയുന്നു. സോ ഇത് 3 ഡയമെൻഷണൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. So partition function v divided by lambda cube ആണ്, where lambda equal to h upon root of 2 pi m kbt. Okay, so again വോളിയത്തിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ പറയുന്നത് 1 ലിറ്റർ ആണ്. പക്ഷേ നമുക്ക് SI യൂണിറ്റ്സിലാണ് ചെയ്യേണ്ടത് അല്ലേ, കാരണം പാർട്ടിഷൻ ഫംഗ്ഷൻ യൂണിറ്റ് ഇല്ല. ഡിനോമിനേറ്റർ നമ്മൾ എന്തായാലും SIസിലാണ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വോളിയം SIയിലാകണം. 1 ലിറ്റർ ആണ്, നമുക്കറിയാം 1 ലിറ്റർ എന്നാൽ 10⁻³ മീറ്റർ ക്യൂബ് ആണ്. ഡിവൈഡ് ബൈ ലാംഡയുടെ ക്യൂബ്. ലാംഡേനെ ആരാ, ലാംഡ എന്ന് വെച്ചാൽ അവിടെ എച്ചിൻ്റെ ക്യൂബ് വരും. പിന്നെയോ റൂട്ട് ഓഫ് 2 pi m kbt ക്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 2 pi m kbt the whole raised to 3/2 ആണ്. അപ്പോൾ ഞാൻ ആ ന്യൂമറിക്കൽ വാല്യൂസ് എഴുതുകയാണ്. 10⁻³ ഇൻറ്റു 2 ഇൻറ്റു പൈ എന്ന് വെച്ചാൽ 3.14 ഇൻറ്റു മാസ്. ഹൈഡ്രജൻ അല്ലേ ആള്, അപ്പോൾ ഹൈഡ്രജൻ്റെ മാസ് 2 AMU ആണ്. SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 2 ഇൻറ്റു 1.66 ഇൻറ്റു 10⁻27 എന്ന് മാറും. ഓക്കെ, സോ 2 pi m ഇൻറ്റു kb ബോൾട്സ്മാൻ കോൺസ്റ്റൻ്റെ വാല്യൂ 1.38 ഇൻറ്റു 10⁻23 ആണ്. ഇൻറ്റു ടെമ്പറേച്ചറിൻ്റെ വാല്യൂ 300 കെൽവിൻ ആണ്. ദ ഹോൾ റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ h ക്യൂബ് 6.626 ഇൻറ്റു 10⁻34 ക്യൂബ്. അപ്പോൾ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കിട്ടാൻ പോകുന്നത് ഈ പാർട്ടീഷൻ ഫംഗ്ഷൻ തന്നെയാണ്. സോ ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്ക് ഇവിടെ മുന്നേ ഞാൻ പറഞ്ഞതുപോലെ നമ്പേഴ്സിനെ ഒരുമിച്ചാക്കി പവേഴ്സിനെ ക്ലബ് ചെയ്ത് യു ക്യാൻ സിംപ്ലിഫൈ ദാറ്റ്. സോ ഐ ഹാവ് ഓൾറെഡി ഡൺ ദിസ് സൊല്യൂഷൻ ആൻഡ് ഐ ഹാവ് ഗോട്ട് ദ ആൻസർ ആസ് 2.8 ഇൻറ്റു 10⁻27. ആൻഡ് സിൻസ് ദേ ആർ ആസ്കിങ് ഫോർ y, the value of y that I have to report is 2.8. 2.8 എന്ന വാല്യൂ ആണ് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. സോ ദാറ്റ് ഈസ് യുവർ ആൻസർ കീ ആസ് വെൽ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 62, which is conceptually easy but mathematically little bit demanding. But since you have the feature of using an on-screen calculator, you could have solved this, but it might have taken a little bit of time because ഈ വാല്യൂസ് ഒക്കെ കാൽക്കുലേറ്ററിൽ അടിച്ച് സോൾവ് ചെയ്തെടുക്കുന്നതിന് കുറച്ച് സമയം വേണം. ഹാൻഡ് ഹെൽഡ് കാൽക്കുലേറ്റർ അല്ലല്ലോ, കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യുമ്പോൾ എനിവേ യു വിൽ lose some time, right? But as long as you are getting 2 marks, we are happy. Okay, yes, let's see the next question. In a calibrated pH meter comprising of a glass electrode, standard calum electrode, the potential of a buffer solution of pH 4.01 is measured as 0.814 volt. For a 4 into 10⁻³ molar solution of acetic acid, the measured potential കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം. അപ്പോൾ വീണ്ടും ഓർക്കുക, whenever this pH related questions comes, you have to keep in mind this expression E cell equal to E0 cell minus 0.0591 times pH. ഈ ഇക്വേഷൻ ആണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. അപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ പഠിക്കുന്നത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ കേസാണ്. അപ്പോൾ E0 സെല്ലിന്റെ വാല്യൂ 0 ആയതുകൊണ്ട് E cell equal to minus 0.0591 pH നമ്മൾ പഠിച്ചു വയ്ക്കും. പക്ഷേ ഇവിടെ നോക്കൂ, സ്റ്റാൻഡേർഡ് കാലം ഇലക്ട്രോഡുമായിട്ടാണ് ആ ഒരു സ്റ്റാൻഡർഡൈസേഷൻ വരുന്നത്. സോ E0 cell will have a value. അപ്പോൾ 2 സെക്ഷൻസ് ഉണ്ട്. ആദ്യം അവർ കാലിബ്രേറ്റ് ചെയ്തതിൽ ഒരു ഡാറ്റയുടെ കാര്യം പറയുന്നു, രണ്ടാമത് അത് വെച്ചിട്ട് അടുത്തൊരാളെ കണ്ടുപിടിക്കാൻ പറയുന്നു. സോ ലെറ്റ്സ് ട്രൈ ടു സ്പ്ലിറ്റ് ദിസ് ഇൻറ്റു 2. സോ ഫസ്റ്റ് സെക്ഷൻ എനിക്ക് മനസ്സിലാവുന്ന കാര്യം നമുക്ക് നോക്കാം. അവർ പറയുന്നു മെഷർ ചെയ്യുന്ന സെൽ പൊട്ടൻഷ്യൽ 0.814 വോൾട്ട് ആണ്. സോ ഞാനത് എഴുതുന്നു, 0.814 വോൾട്ട് എന്നൊരു മെഷർമെൻറ്റ് അവർക്ക് കിട്ടി. പക്ഷേ E0 സെല്ലിനെ പറ്റിയിട്ട് അവർ പറയുന്നില്ല. പക്ഷേ ആ സൊല്യൂഷൻ്റെ ആ ബഫറിൻ്റെ pH എത്രയാണ്? 4.01 ആണ്. സോ 0.0591 ഇൻറ്റു pHൻ്റെ വാല്യൂ 4.01 ആണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാകും അവർ എന്താണ് 4.01
ബഫർ പി എച്ചിൽ ഡിപ്പ് ചെയ്തിട്ട് മെഷർ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള സെൽ പൊട്ടൻഷ്യൽ 0.814 ആണ്. സോ ഈ ഇത് നോക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകും, ദിസ് ഹെൽപ്സ് മീ ടു separate out E0 cell. Okay, so this helps me to find the value of E0 cell. So from the first part I can find E0 cell. So if I'm taking this to this side and solving it, I'll get the value of E0 cell to be 1.0509 volt. ഓക്കെ, ഈ ഒരു വാല്യൂ ആണ് എൻ്റെ E0 സെല്ലിൻ്റെ വാല്യൂ എന്ന് മനസ്സിലാക്കാം. ഇതാണ് ഫസ്റ്റ് പാർട്ടിൽ നിന്ന് മനസ്സിലാകുന്നത്. ഓക്കെ, ഇനി നമുക്കൊന്ന് സെക്കൻഡ് പാർട്ടിലേക്ക് പോയി നോക്കാം. സെക്കൻഡ് പാർട്ടിൽ എന്താണ് വ്യത്യാസം? വാട്ട് ഇസ് ഡിഫറൻസ് ഇൻ സെക്കൻഡ് പാർട്ട്? സെക്കൻഡ് പാർട്ടിൽ വീണ്ടും നമുക്ക് ഇക്വേഷൻ എഴുതാം. ഇ സെൽ ഈക്വൽ ടു E0 സെൽ മൈനസ് 0.0591 pH. ഓക്കെ, ഞാൻ കൺഫ്യൂഷൻ ആകാതിരിക്കാൻ ഇത് ഫസ്റ്റ് കേസും ഇത് സെക്കൻഡ് കേസിലും. സോ സെക്കൻഡ് കേസിൽ അവരെന്താ പറയുന്നത്? സെക്കൻഡ് കേസിൽ വി ഹാവ് ടു ഫൈൻഡ് ദ മെഷേർഡ് പൊട്ടൻഷ്യൽ. ഈ സെല്ല് കണ്ടെത്തണം. അപ്പോൾ E0 സെല്ലിന് മാറില്ലല്ലോ, നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുള്ള E0 സെല്ല് നമുക്ക് ഇവിടെ എടുത്ത് എഴുതാം. എത്രയാണ് ഇത്? 1.0509 വോൾട്ട് ആണ്. കണ്ടുപിടിക്കേണ്ടത് ഈ സെല്ലാണല്ലോ. അപ്പം ഈ സെല്ല് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനി എനിക്ക് ആരെ വേണം? ഒറ്റ ആളെ മതി, പി എച്ചിനെ മതി. So this question is now cut down into simple and simple pieces. We analyzed the first part, we found E0 cell. And coming to the second part, we have to find E cell, but for that we need pH. pH kandathanam. So this question basically comes down to the single idea of finding the pH of 4 into 10 raised to minus 3 molar solution of acetic acid. Acetic acid in the pH kandathanadilekku ee question actually simplified ആയിരിക്കുകയാണ്. So how will we find the pH of this acetic acid solution? So അവിടെയാണ് നമുക്ക് ചെറിയൊരു ഇക്വിലിബ്രിയത്തിൻ്റെ നോളജ് വേണ്ടുന്നത്. ബട്ട് എനിവേ ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഓസ്റ്റ്വാൾഡ്സ് ഡയലൂഷൻ ലോ എന്നൊരു ഭാഗം പഠിച്ചെടുത്തും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഐഡിയകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ തൽക്കാലം അസറ്റിക് ആസിഡിനെ HA എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇത് അസറ്റേറ്റ് പാർട്ടാണ്. സോ HA ഡിസോസിയേറ്റ് ചെയ്തിട്ട് എനിക്ക് H+ ആസിഡും കിട്ടും, അതുപോലെ തന്നെ A- കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ICE ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാം. ICE ടേബിൾ എൻ്റെ ഇനീഷ്യൽ HAയുടെ കോൺസെൻട്രേഷൻ C ആണെന്നിരിക്കട്ടെ. അപ്പം H+ഉം A- ഉണ്ടാകില്ലല്ലോ. ഇനി ഇവിടെ ഒരു ചേഞ്ച് സംഭവിക്കും. എന്ത് ചേഞ്ചാണ് സംഭവിക്കുക? എൻ്റെ HA ഡീകമ്പോസ് ചെയ്യും. സോ ഇതൊരു വീക്ക് ആസിഡ് ആയതുകൊണ്ട് തന്നെ C കോൺസെൻട്രേഷനിൽ മൊത്തവും ഡീകമ്പോസ് ചെയ്ത് പോകുന്നില്ല. ഈ സിയുടെ ഒരു ഫ്രാക്ഷൻ ആയിരിക്കും പോവുക. അപ്പോൾ എത്രത്തോളം പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിയുടെ ആൽഫ ടൈംസ് ആയിരിക്കും പോകുന്നത്. വേർ ആൽഫ ഈസ് ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ആൽഫ ഈസ് ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. എത്രത്തോളം ഡിസോസിയേറ്റ് ചെയ്തു എന്നതിനെ കാണിക്കുന്ന ക്വാണ്ടിറ്റിയാണ് ആൽഫ. സോ C ആൽഫ പോവും. അപ്പോൾ H+ഓ C ആൽഫ കോൺസെൻട്രേഷൻ കൂടും, A- C ആൽഫ കോൺസെൻട്രേഷൻ കൂടും. ബിക്കോസ് ഇതിലെല്ലാവരും കോഎഫിഷ്യൻസ് 1 ആണ്. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് ഇൻ ഇക്വിലിബ്രിയം? ഇക്വിലിബ്രിയത്തിൽ C - C ആൽഫ അഥവാ C × 1 - ആൽഫ, H+ന്റെ കോൺസെൻട്രേഷൻ C ആൽഫ, A- കോൺസെൻട്രേഷൻ C ആൽഫ. ഓക്കെ, സോ എനിക്ക് pH ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ pH എന്ന് വെച്ചാൽ നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ ആണ്. സോ H+ന്റെ കോൺസെൻട്രേഷൻ C ആൽഫ ആണ്. അപ്പോൾ എനിക്ക് ശരിക്കും ആരെ വേണ്ടുന്നത്? C ആൽഫ വേണം. ക്വസ്റ്റ്യൻ പ്രകാരം നമുക്കിനി C ആൽഫ കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത്. അപ്പോഴാണ് വീണ്ടും ആ ഓസ്വാൾഡ്സ് ഡയലൂഷൻ ലോയുടെ കേസിൽ, ഇത്തരത്തിൽ വീക്ക് ആസിഡ്സിൻ്റെ കേസിൽ നമ്മൾ ആൽഫയുടെ എക്സ്പ്രഷൻ പഠിച്ചു. ആൽഫ ഈക്വൽ ടു √KA/C എന്നൊരു എക്സ്പ്രഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങളത് ഓർക്കുന്നില്ലെങ്കിൽ യു ക്യാൻ ഗോ ആൻഡ് റെഫർ ബാക്ക് ടു ദ നോട്ട്സ്. നമ്മുടെ നോട്ട്സിൽ ബെൻസിൽ നോട്ട്സിനകത്ത് ഈ കാര്യങ്ങൾ കിടപ്പുണ്ട്. സോ C ഇൻറ്റു ആൽഫയ്ക്ക് പകരം എന്ത് കൊടുക്കുന്നു? √KA/C. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, പുറത്ത് സീനെ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് √KA × C² C എന്നാകും. സോ I'll get that C ആൽഫയുടെ വാല്യൂ എത്രയാണ്? √C × KA എന്ന് സിംപ്ലിഫൈഡ് ആകും. സോ ദിസ് ഈസ് ദ കോൺസെൻട്രേഷൻ ഓഫ് H+. H+ന്റെ കോൺസെൻട്രേഷൻ കിട്ടി. അങ്ങനെയെങ്കിൽ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. √C എത്രയായിരുന്നു? കോൺസെൻട്രേഷൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ പ്രകാരം അത് 4 × 10⁻³ ആണ്. ഇൻറ്റു KAയുടെ വാല്യൂ 1.75 × 10⁻⁻5 ആണ്. അപ്പോൾ മൾട്ടിപ്ലൈങ് ഐ വിൽ ഗെറ്റ് 4 × 1.75, 4 3 7 വരും അല്ലേ. സോ 7 × 10⁻⁸ റൂട്ട് ആണ്. സോ 10⁻⁸ റൂട്ട് 10⁻⁴ ആണ്. ഇൻറ്റു √7. സോ √7 എടുക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന വാല്യൂ 2.646. സോ ഇതായിരിക്കും എൻ്റെ H+ന്റെ കോൺസെൻട്രേഷൻ. H+ന്റെ കോൺസെൻട്രേഷൻ കിട്ടിയില്ലേ? ഇനി pHലേക്ക് പോകാം. pH എന്തായിരിക്കും? pH ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+. അതായത് നെഗറ്റീവ് ലോഗ്
2.646 ഇൻറ്റു 10⁻⁻4. സോ ഇത് നമുക്ക് കാൽക്കുലേറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ അത് 3.577 എന്നുള്ളതാണ്. സോ ഐ ഗോട്ട് ദ വാല്യൂ ഓഫ് പി എച്ചിൻ്റെ വാല്യൂ 3.577 ആണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഈ പ്രോബ്ലത്തിൽ കണ്ടെത്തേണ്ട ആൾ ഈ സെല്ലാണ്. ആൻഡ് ആ ഈ സെല്ല് കണ്ടെത്താൻ നമുക്ക് വേണ്ടുന്ന പി എച്ച് ആയിരുന്നു. ആ പി എച്ച് നമുക്ക് കിട്ടി. സോ നമുക്ക് ഈ സ്റ്റെപ്പ് ഒന്നുകൂടെ കോപ്പി ചെയ്ത് താഴേക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ ചെയ്യാം. ആൻഡ് വിത്ത് ദാറ്റ് ദിസ് പ്രോബ്ലം വിൽ ബി സോൾവ്ഡ്. സോ ഈ സെൽ ഈക്വൽസ് 1.0509 മൈനസ് 0.0591 ഇൻറ്റു പി എച്ചിൻ്റെ വാല്യൂ 3.577. So upon substituting this, I will get the final value to be 0.839 volt. 0.839 and final answer like it. And if you are checking the answer key, you can see answer key 0.84 അടുപ്പിച്ചൊരു ആൻസർ ആണ്. ആൻസർ കീയിൽ റേഞ്ച് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ദിസ് ആൻസർ ഈസ് 0.839 വോൾട്ട്. ഓക്കെ, അഗെയിൻ ഈസി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ I will not say this is easy, but this is not as hard as the previous question either. നമ്മളിവിടെ ചെയ്തിരുന്ന ക്വസ്റ്റിനെ കമ്പയർ നോക്കുമ്പോഴത്തേക്ക് അത്ര ടഫും അല്ല. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ബെറ്റ് അഡ്സോർപ്ഷൻ ഐസോതെർം BET ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ അഗെയിൻ ബിഫോർ റീഡിങ് ദ ക്വസ്റ്റ്യൻ നമുക്ക് ബെറ്റിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു അല്ലേ. ബെറ്റിൻ്റെ നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാറില്ല. Z divided by 1 minus Z into V equal to 1 divided by C times V monolayer plus C minus 1 by C V monolayer times Z. ഈ ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്യുക. ഓക്കെ, ആൻഡ് ദിസ് ഈസ് യുവർ Y, ദിസ് ഈസ് യുവർ C, ദിസ് ഈസ് യുവർ M and this is your X. Y equal to MX plus C ഫോർമാറ്റിൽ. ഓക്കെ, അപ്പോൾ ഇത് ക്ലാസ്സിൽ പറഞ്ഞ സമയത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈവൻ ഇഫ് യു ഫോർഗെറ്റ് ദിസ് എക്സ്പ്രഷൻ ഇറ്റ് ഈസ് ഫൈൻ. നിങ്ങളത് മറന്നാലും ഓക്കെ, പക്ഷെ നിങ്ങൾ മറക്കരുതാത്ത ഒരു കാര്യമുണ്ട്. എന്താണ് ആ കാര്യം? ദർ ഈസ് എ ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ബൈ ദ അഡീഷൻ ഓഫ് ദ സ്ലോപ്പ് ആൻഡ് ഇന്റർസെപ്റ്റ്. സ്ലോപ്പും ഇന്റർസെപ്റ്റും കൂടെ ആഡ് ചെയ്ത് നോക്കൂ. നിങ്ങൾ നോക്കൂ, സ്ലോപ്പിൻ്റെ ഡിനോമിനേറ്ററും നിങ്ങളുടെ ഇന്റർസെപ്റ്റ് ഡിനോമിനേറ്ററും സെയിം ആണ്. സോ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ആക്ച്വലി ന്യൂമറേറ്റേഴ്സ് അങ്ങ് ആഡ് ചെയ്താൽ മതി. സോ എന്താ സംഭവിക്കുക? 1 plus C minus 1 divided by CV മോണോലെയർ എന്നായിരിക്കും എക്സ്പ്രഷൻ പോകുന്നുണ്ടാവുക. അപ്പോൾ നോക്കൂ, 1 minus 1 പോവില്ലേ, CC പോവില്ലേ. സോ നിങ്ങളുടെ സ്ലോപ്പും ഇന്റർസെപ്റ്റും കൂടെ കൂട്ടിയിട്ട് അതിന് റെസിപ്രോക്കൽ നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മോണോ ലെയറിൻ്റെ വോളിയം കിട്ടും. സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ദാറ്റ് യു ഹാവ് ടു കീപ് ഇൻ മൈൻഡ് ഫോർ സോൾവിംഗ് ദ പ്രോബ്ലംസ് ഫ്രോം ബെറ്റ് അഡ്സോർപ്ഷൻ ഐസോതെർം. ബാക്കി എന്തൊക്കെ മറന്നു പോയാലും ശരി, ഈ ഒരു റിലേഷൻ ബേസ്ഡ് ആയിരിക്കും മിക്കവാറും നിങ്ങൾക്ക് ബെറ്റിൻ്റെ കേസിൽ പ്രോബ്ലങ്ങൾ ചോദിക്കുന്നത്. ബിക്കോസ് ബെറ്റിൻ്റെ ഡെറിവേഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മൾ പഠിക്കാറുള്ളതല്ല. ആൻഡ് അത് ആക്ച്വലി ഇറലവൻറ്റുമാണ് ഫോർ എ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ. So this thing you have to keep in mind. If you have remembered this, you could have done this problem easily. So let's try to read the question. The BET surface area measurement data for adsorption of nitrogen gas. Okay, അപ്പോൾ നൈട്രജൻ ഗ്യാസിൻ്റെ അഡ്സോർപ്ഷൻ ആണ്. ടെമ്പറേച്ചർ 77 കെൽവിനിലാണ്. 1 gram അഡ്സോർബൻറ്റിൻ്റെ കേസാണ് പറയുന്നത്. ദാറ്റ് ഫിറ്റ്സ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ when Z by 1 minus Z into V is plotted against Z. അപ്പോൾ ആ എക്സ്പ്രഷനാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. Z by 1 minus Z into V is plotted against Z എന്ന് പറയുമ്പോൾ ആ എക്സ്പ്രഷനാണ് നിങ്ങൾ കാണുന്നത്. സ്ലോപ്പിൻ്റെ വാല്യൂ പറയുന്നു, ഇന്റർസെപ്റ്റിൻ്റെ വാല്യൂ പറയുന്നു. കണ്ടുപിടിക്കുന്നത് സർഫസ് ഏരിയ ഇൻ മീറ്റർ സ്ക്വയർ പെർ ഗ്രാം ഓഫ് ദ അഡ്സോർബൻറ്റ് റൗണ്ടഡ് ഓഫ് ടു 1 decimal place. സർഫസ് ഏരിയ കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം, നമ്മൾക്ക് വോളിയം അല്ലേ കിട്ടിയത്, സർഫസ് ഏരിയയിലേക്ക് എങ്ങനെ പോകാം? അപ്പോൾ അവിടെയാണ് ക്വസ്റ്റ്യനിലെ താഴെ കുറച്ച് ഗിവൺ എന്ന് പറയുന്നത്. എന്താ? 1 millimeter ക്യൂബ്, അത് വോളിയം ആണല്ലോ. So 1 millimeter cube of nitrogen gas corresponds to these many molecule. അപ്പോൾ എനിക്ക് ആ വോളിയം കണ്ടെത്തിയാൽ ആ വോളിയത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര മോളിക്യൂൾസ് ഉണ്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്തതോ, ആൻഡ് ഈച്ച് മോളിക്യൂൾ ഒക്കുപ്പൈസ് ദിസ് മച്ച് ഏരിയ. നോക്കൂ, ന്യൂട്ടൺ മീറ്റർ നാനോമീറ്റർ സ്ക്വയർ അല്ലേ. സോ ലെങ്ത്തിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഏരിയ ആണ്. സോ സർഫസ് ഏരിയയും കിട്ടും. സോ ഇഫ് ഐ ഗെറ്റ് ദ വോളിയം ഐ ക്യാൻ ഫൈൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇഫ് ഐ ക്യാൻ ഫൈൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഐ ക്യാൻ ഫൈൻഡ് ദ സർഫസ് ഏരിയ. ദാറ്റ്സ് ഇറ്റ്. സോ വി ഹാവ് ടു ഫൈൻഡ് ദ വോളിയം. So let us try to solve this. The volume of monolayer equal to 1 divided by slope plus intercept. Slope in the value അത് 6 into 10 raised to minus 4 ആണ്, പ്ലസ് intercept in the value 4 into 10 raised to minus 6 ആണ്. ഓക്കെ,
എല്ലാം millimeter raised to -3 ആണ്. So let's try to simplify this, right? ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ 10 raised to -4 ഉണ്ട്, ഇവിടെ 10 raised to -6 ഉണ്ട്. 10 raised to -6 എന്നാൽ ആക്ച്വലി 10 raised to -4 into 10 raised to -2 ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 10 raised to -4നെ കോമൺ എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 10 raised to -4 കോമൺ എടുക്കുന്നു. കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ വരുന്നത്, 6 + 4 into 10 raised to -2 എന്ന് വരും. ബാക്കി ആരും മുകളിൽ പോവും. ഇവിടെ ഒരു 10 raised to -4 ആണല്ലോ കോമൺ വരുന്നത്. ആ 10 raised to -4നെ ഞാൻ മുകളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ അത് 10 raised to 4 ആയിട്ട് മുകളിലേക്ക് പോകും. ഓൾസോ യൂണിറ്റും കൂടെ നോക്കാം, മില്ലിമീറ്ററിലാണല്ലോ, മില്ലിമീറ്റർ ക്യൂബിലായിരിക്കും വോളിയത്തിൻ്റെ യൂണിറ്റ് വരുന്നത്. സോ നമുക്ക് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. സോ ലെറ്റ് മീ കാൽക്കുലേറ്റ് ദാറ്റ് വാല്യൂ. 10⁴ millimeter cube by 6 + 4 into 10 raised to -2. ഓക്കെ, നമുക്ക് ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്തിട്ട് കാൽക്കുലേറ്ററിൻ്റെ സഹായം തേടാം. 10 raised to 4 millimeter cube divided by 6 + 4 into 10 raised to -2. ഓക്കെ, എന്നുവെച്ചാൽ 6.04 ആണ്. ഇത്രയേ ഉള്ളൂ. So let's figure out that value, and upon solving we'll get the answer to be 1655.6 millimeter cube. ഇത്രയും മില്ലിമീറ്റർ ക്യൂബ് ആണ് നമ്മളുടെ വോളിയം എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ആ ഒരു മോണോലെയർ കവറേജുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള നോക്കണേ, 1 gram ആണല്ലോ അഡ്സോർബൻറ്റ്. ആ 1 ഗ്രാമിലെ അഡ്സോർപ്ഷൻ്റെ വോളിയമാണ് ഈ പറയുന്നത് 1655.6 millimeter cube. ഇത്രയാണ് മോണോലെയറിൻ്റെ വോളിയമായിട്ട് വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, 1 millimeter ക്യൂബ് കവറേജ് ആണെങ്കിൽ ഇത്രയും മോളിക്യൂൾസ് ഉണ്ടാകും. അപ്പോൾ 2 millimeter ക്യൂബ് ആണെങ്കിലോ ഇൻറ്റു 2 അല്ലേ. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇത്രയും മില്ലിമീറ്റർ ക്യൂബ് ഓഫ് വോളിയത്തിൻ്റെ കവറേജ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, 1655.6 ഇൻറ്റു എത്രയാണ് നമ്പർ വരുന്നത്, 2.7 into 10⁶. ഇത്രയും മോളിക്യൂൾസ് ആണ് നമുക്ക് കിട്ടും. നമുക്ക് വേണ്ടത് മോളിക്യൂൾസിനെ കൗണ്ടും അല്ലല്ലോ, നമുക്കെന്താ ശരിക്കും വേണ്ടുന്നത് സർഫസ് ഏരിയ ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു മോളിക്യൂളിൻ്റെ സർഫസ് ഏരിയ 0.16 nm² ആണെങ്കിൽ നമുക്ക് ഇത്രയും മോളിക്യൂൾസ് ഇല്ലേ. അപ്പോൾ അതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്നുള്ളത് 1655.6 ഇൻറ്റു 2.7 ഇൻറ്റു 10⁶ ഇൻറ്റു എത്രയാണ് 0.16 nm². അപ്പോൾ നോക്കൂ, ഇവിടെ പറയുന്നത് മീറ്റർ സ്ക്വയർ പെർ ഗ്രാമിലാണ്. പെർ ഗ്രാം ഓക്കെ, നമുക്ക് ഓൾറെഡി പറയുന്നു 1 gram ഓഫ് അഡ്സോർബൻ്റ് ആണ്. സോ പെർ ഗ്രാമിനെ പറ്റി നമ്മൾ ബോധരാവേണ്ട. വി ഹാവ് ടു റെപ്രസെൻറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. അപ്പോൾ നാനോമീറ്റർ സ്ക്വയർ ഇവിടെ നിന്ന് എടുത്താൽ പറ്റില്ല, വി ഹാവ് ടു കൺവേർട്ട് ദാറ്റ് ടു SI യൂണിറ്റ്സ്. സോ ദിസ് 10 raised to എത്രയാണ് 0.16 ആണല്ലേ. സോ 0.16 ഇൻറ്റു നാനോമീറ്റർ എന്ന് വെച്ചാൽ 10 raised to -9 ആണ്. സോ നാനോമീറ്റർ സ്ക്വയർ ആകുമ്പോൾ അത് 10 raised to -18 ആയിട്ട് മാറും. So let's try to solve this problem. Upon multiplication, let's try to multiply this. 10 raised to 6 ആണ് ഇവിടെ വരുന്നത്, and sorry 10 raised to 6 അല്ലല്ലോ, yes 10 raised to 16 ആണല്ലേ. So 10 raised to 16 ഇവിടെ ഉണ്ട്, 10 raised to -18 ഇവിടെ ഉണ്ട്. So upon multiplication we will get that to be 10⁻². And let's try to multiply all the other quantities. So 1655.6 into 2.7 into 0.16. So what I am getting is 7.152 into 10⁻². Sorry 7.152 അല്ല, 715.2 into 10⁻² മീറ്റർ സ്ക്വയർ പെർ ഗ്രാം എന്നാണ് കിട്ടുന്നത്. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഓക്കെ, റൗണ്ട് ഓഫ് ടു 1 decimal place. അപ്പം ഇത് റൗണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ 7.152 എന്ന് കിട്ടും. So if you are rounding off, you can write that to be 7.2 or 7.1, does not matter. Okay, so if I am to round off that, I will get the final value to be 7.2. 7.2 എന്നൊരു ആൻസർ, മീറ്റർ സ്ക്വയർ പെർ ഗ്രാം എന്ന ആൻസർ ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നുണ്ടാവുക. ഓക്കെ, സോ ഓർത്തിരിക്കുക, വെറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഏതെങ്കിലും എക്സാംസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ കീപ് ദിസ് ഇൻ മൈൻഡ്. ഇന്റർസെപ്റ്റ് പ്ലസ് സ്ലോപ്പ് വിൽ ഗിവ് യു ദ റെസിപ്രോക്കൽ ഓഫ് ദ മോണോലെയർ വോളിയം. So with that, we are reaching to the solution of this question to be 7.1 or 7.2. And now that takes us to the last problem, the 65th question of the K 2026 question paper. And that question is this: the orbital angular momentum of an electron is √12 s². The minimum angle between L and its component, its z component, in degrees. So നമ്മുടെ യൂട്യൂബ് ചാനൽ ഓൾറെഡി ഫോളോ ചെയ്തതാണെന്നുണ്ടെങ്കിൽ you might have seen this class already. നെറ്റിനും ഗേറ്റിനും മുന്നേ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് തിയറി ഡിസ്കസ് ചെയ്യുന്ന നിയർലി 20 to 25 minutes ഡ്യൂറേഷനുള്ള ഒരു ക്ലാസ് ഉണ്ട്. സോ അതിന് ലിങ്ക് കൂടെ ഇവിടെ കൊടുക്കാം, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ആ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് ഇതിൻ്റെ തിയറി പറയുന്നുണ്ട്. സോ യു ക്യാൻ ചെക്ക് ദാറ്റ് ക്വസ്റ്റ്യൻ.
സോ വിത്ത് ദാറ്റ് ഐ ആം മൂവിങ് ടു ദ സൊല്യൂഷൻ ഓഫ് ദിസ് പ്രോബ്ലം. എന്താണ് സൊല്യൂഷനിൽ പറയുന്നത്? എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം √12 h ആണെന്ന് പറയുന്നു. സോ നിങ്ങളുടെ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റത്തിന്റെ ഐഗൻ വാല്യൂ √L/L+1 ടൈംസ് h എന്നുള്ളതാണ്. ആൻഡ് അതിന്റെ വാല്യൂ ആണ് √12 h. സോ നമുക്ക് h റൂട്ടും വെട്ടിക്കളഞ്ഞാൽ കിട്ടുന്നത് L/L+1 = 12 എന്നാണ്. വെച്ചാൽ ഒരു നമ്പർ ഇൻറ്റു അടുത്ത നമ്പർ 12. ശരിക്കും 3 × 4 ആണല്ലോ 12 അല്ലേ? സോ മൈ L വാല്യൂ ഈസ് 3. L വാല്യൂ 3 ആണെന്ന് മനസ്സിലാക്കാം. സോ ഐ ഗോട്ട് ദിസ് റിലേഷൻ, മൈ L = 3. അപ്പോൾ L = 3 ആണെങ്കിൽ ഇനി അടുത്ത ഇൻഫർമേഷൻ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? L = 3 ആണെങ്കിൽ നിങ്ങളുടെ എമ്മിൻ്റെ അറേഞ്ച്മെന്റ് എങ്ങനെയൊക്കെ ആയിരിക്കും? M+3 വരാം, +2 വരാം, +1 വരാം, അല്ലെങ്കിൽ 0 വരാം, -1, -2, -3, റൈറ്റ്? ഇറ്റ് ക്യാൻ ഹാവ് 7 ഡിഫറെൻറ്റ് അറേഞ്ച്മെന്റ്സ് ഇൻ സ്പേസ്. സോ ഗ്രാഫിക്കലി നമ്മൾ അതിനെ എങ്ങനെയാണ് പറയുന്നത്? ഇതിൻ്റെ Z ആക്സിസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് M = 0യുടെ അറേഞ്ച്മെന്റ് ഇങ്ങനെ ആയിരിക്കും. M = +1ൻ്റെ ഒരു അറേഞ്ച്മെന്റ്, +2ൻ്റെ അറേഞ്ച്മെന്റ്, +3യുടെ അറേഞ്ച്മെന്റ്, -1ൻ്റെ അറേഞ്ച്മെന്റ്, -2ൻ്റെ അറേഞ്ച്മെന്റ് ആൻഡ് -3യുടെ അറേഞ്ച്മെന്റ്. ഇത്ര അറേഞ്ച്മെന്റ്സ് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ലെറ്റ്സ് കീപ് ദിസ് തിങ് ഇൻ മൈൻഡ്. ഈ എല്ലാ വെക്ടേഴ്സിൻ്റെ ലെങ്ത് സെയിം ആണ്. ആ ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ലെങ്ത്തുകളെല്ലാം സെയിം ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങളിത് ഈ കാണുന്നതെല്ലാം നിങ്ങളുടെ L വെക്ടേഴ്സ് ആണ് കേട്ടോ. ഈ കാണുന്നതെല്ലാം L വെക്ടേഴ്സ് ആണ്. ആൻഡ് ഈ പ്രൊജക്ഷൻസ് ആണ് ശരിക്കും നിങ്ങളുടെ. നോക്കൂ, ഈ വെക്ടറിൻ്റെ പ്രൊജക്ഷൻ ആണ് LZ, ഇതിൻ്റെ പ്രൊജക്ഷൻ, ഓരോന്നിൻ്റെയും പ്രൊജക്ഷൻ ആണ് ശരിക്കും നിങ്ങളുടെ LZനെ തരുന്നത്. ആൻഡ് അതെല്ലാം ഈ പറഞ്ഞ പോലെ ഒരു കോണ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം ആ ക്ലാസ്സിൽ വിശദമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. യു ക്യാൻ റെഫർ ടു ദാറ്റ്. ഓക്കെ, സോ സ്മോളസ്റ്റ് ആംഗിൾ നോക്കി അതിനെ കാണാം. ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്. സോ സ്മോളസ്റ്റ് ആംഗിൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഇവിടെയാണ് അല്ലേ? ആൻഡ് ദീസ് ടു ആർ ഫൈൻ. അതിപ്പോൾ +3 ആണെങ്കിലും -3 ആണെങ്കിലും ദാറ്റ് ഈസ് മേക്കിംഗ് ദ സെയിം ആംഗിൾ. സോ നമുക്ക് നോക്കാം. ഇവിടുത്തെ LZൻ്റെ വാല്യൂ നമുക്ക് നോക്കേണ്ടതുണ്ട് അല്ലേ? LZൻ്റെ വാല്യൂ. സോ ഹൗ വിൽ വി ഫൈൻഡ് ദ വാല്യൂ ഓഫ് LZ? LZൻ്റെ ഐഗൻ വാല്യൂ എങ്ങനെയാണ്? അത് M(h) എന്നാണ്. സോ നിങ്ങളുടെ M വാല്യൂ 3 ആണെന്നുണ്ടെങ്കിൽ LZൻ്റെ വാല്യൂ എന്തായിരിക്കും? 3(h) ആയിരിക്കും. ഓക്കെ, സോ ഈ കാണുന്ന ലെങ്ത് എന്നുള്ളത് 3(h) ആണ്. ആൻഡ് നിങ്ങളുടെ വെക്ടറിൻ്റെ ലെങ്ത് എന്താണ്? അത് √L/L+1 h. സോ അതിൻ്റെ ലെങ്ത് എത്രയാണ് കിട്ടുന്നത്? √12 h ആണ്. ആൻഡ് ഇതിനിടയിലുള്ള ആംഗിൾ എന്നുള്ളത് തീറ്റ അല്ലേ? ഇടയിലുള്ള ആംഗിൾ തീറ്റ. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇത് 90 ഡിഗ്രി ആണ്. സോ ഓപ്പോസിറ്റ് സൈഡ് അഥവാ ഹൈപ്പോട്ടന്യൂസും ഉണ്ട്, അഡ്ജസൻറ്റ് സൈഡും ഉണ്ട്. അഡ്ജസൻറ്റും ഹൈപ്പോട്ടന്യൂസും കണക്ട് ആകുന്നത് കോസിലൂടെയാണ്. സോ cos θ = adjacent side by hypotenuse. സോ അഡ്ജസ്റ്റന്റിന്റെ വാല്യൂ 3h ആണ്, ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസിന്റെ വാല്യൂ √12h എന്നുള്ളതാണ്. സോ ലെറ്റ്സ് ട്രൈ ടു ടേക്ക് ദി റേഷ്യോ. h ആൻഡ് h ക്യാൻസൽസ് ഔട്ട്. 12 എന്ന് വെച്ചാൽ ശരിക്കും 4 × 3 ആണ്. സോ √4 2 ആണ്. സോ 3 ഡിവൈഡഡ് ബൈ 2 √3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു √3/2. cos θയുടെ വാല്യൂ √3/2 വരണം. അപ്പോൾ നമുക്കറിയാം cos θ √3/2 എന്ന വാല്യൂ അക്വയർ ചെയ്യപ്പെടുന്നത് 30 ഡിഗ്രി ആംഗിളിനാണ്. ഓക്കെ, സൈൻ ആണെങ്കിൽ 60 ഡിഗ്രിക്കാണ് √3/2 കിട്ടുക. cos θ ആണെങ്കിൽ അത് 30 ഡിഗ്രിക്കാണ് √3/2 എന്ന വാല്യൂ കിട്ടുന്നത്. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദിസ് ആംഗിൾ ഈസ് 30 ഡിഗ്രി ആൻഡ് ദാറ്റ് ഈസ് ദ ആൻസർ ടു അവർ പ്രോബ്ലം. ഓക്കെ, ഓൾറൈറ്റ്. സോ വിത്ത് ദാറ്റ് അവർ ഡിസ്കഷൻ കംസ് ടു ആൻ എൻഡ്. 2 മാർക്കിൻ്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ കണ്ടത്. സോ വാട്ട് ഐ ഫീൽ പേഴ്സണലി ആസ് എൻ ഇൻസ്ട്രക്ടർ, വാട്ട് ഐ ഫീൽ ഈസ് ദ ക്വസ്റ്റ്യൻ പേപ്പർ ഈസ് ഓഫ് ഗുഡ് ക്വാളിറ്റി, എസ്പെഷ്യലി ഫോർ ഫിസിക്കൽ പാർട്ട്. ദ മേജർ തിങ് ഈസ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമ്മൾ പെൻസിലിലെ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എന്താണ്, ഒന്നും സ്ട്രേറ്റ് ഫോർവേഡ് ആയിരുന്നില്ല അല്ലെ? പല ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഇൻവോൾവ് ചെയ്യുന്നതാണ്. ബട്ട് എന്നിരുന്നാലും പഠിക്കാത്തത് എന്ന് പറയാൻ വേണ്ടിയിട്ടില്ല, പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യേണ്ടുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇനി മുതലുള്ള ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസിൽ ആക്ച്വലി നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നതുമാണ് കുറച്ച് ഡിഫിക്കൽട്ട് ലെവലിൽ കൂട്ടിയിട്ടുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ എനിവേ ഫൈനൽ ആൻസർ കീ ഒക്കെ വന്ന സ്ഥിതിക്കാണ് നമ്മൾ ഈ ഡിസ്കഷൻ ചെയ്തിട്ടുള്ളത്. ഇനി മാർച്ച് മിഡോട് കൂടെ തന്നെ നിങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളും വരും. സോ ആ റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബെസ്റ്റ് റിസൾട്ട്സ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന എക്സാംസിനെല്ലാം സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. സോ ഫോർ എനി അസിസ്റ്റൻസ് നിങ്ങൾ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കോൺടാക്ട് നമ്പർ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ടിൽ ദെൻ കീപ് ലേണിംഗ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.